ജർമ്മനിക്കും ഫ്രാൻസിനും ഇടയിൽ ഒരു കുഞ്ഞു രാജ്യം, പേര് ലുക്സംബർഗ്. അത്യാവശ്യം നല്ല റിച്ച് കൺട്രി, അത്യാവശ്യമല്ല ലോകത്തെ ഏറ്റവും റിച്ചസ്റ്റ് കൺട്രികളിൽ ഒന്നാണ്. ഈ രാജ്യത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ രാജ്യത്ത് എവിടെ പോകണമെന്നുണ്ടെങ്കിലും ഈ കാണുന്ന ബസ്സും ട്രെയിനും ട്രാമും എല്ലാം ഫ്രീ ആണ്. അതായത് പൊതുഗതാഗത സംവിധാനം, പബ്ലിക് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത് ഈ രാജ്യത്ത് ഫ്രീ ആണ്. അതിവിടെ താമസിക്കുന്നവർക്ക് മാത്രമല്ല, ഇവിടെ സന്ദർശിക്കുന്നവർ, ടൂറിസ്റ്റുകൾക്കും ആർക്കും. ഈ രാജ്യം എന്ന് പറയുന്നത് അത്ര റിച്ചാണ്. എന്തുകൊണ്ടാണെന്നല്ലേ, കുറേ ഫൺ ഫാക്ട്സ് ഉണ്ട്. ലുക്സംബർഗ് എന്ന് പറയുന്ന ഒരു രാജ്യത്താണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. നമ്മുടെ KLTUK യാത്ര, നമ്മുടെ 66ാമത്തെ രാജ്യം, അങ്ങനെ ഒട്ടേറെ പ്രത്യേകതകളുണ്ട് ലുക്സംബർഗിന്. അപ്പോൾ ലുക്സംബർഗിൻ്റെ കാഴ്ചകളിലേക്ക് നിങ്ങൾക്ക് ഏവർക്ക് സ്വാഗതം. ലുക്സംബർഗ് എന്ന രാജ്യത്തിൻ്റെ പ്രധാന സിറ്റിയുടെ പേരും ലുക്സംബർഗ് തന്നെയാണ്. ആ ഒരു ലുക്സംബർഗ് എന്ന് പറയുന്ന ക്യാപിറ്റൽ എല്ലാം, രാജ്യത്തിൻ്റെ പേര്, സിറ്റിയുടെ പേരും എല്ലാം ലുക്സംബർഗ് തന്നെയാണ്. അപ്പോൾ ലുക്സംബർഗ് റെയിൽവേ സ്റ്റേഷനിൽ ഞാൻ ഇന്നലെ പാരീസിൽ നിന്നും വന്ന് ഇറങ്ങിയതാണ്. അപ്പോൾ ഇന്ന് നമ്മളിവിടെ ലുക്സംബർഗ് സിറ്റി സെൻറ്റർ ഏരിയയിലേക്ക് നമ്മൾ പോകാൻ പോകുന്നു. ബസ്സുണ്ട്, ട്രെയിനുണ്ട്, ഏത് വേണേലും എടുക്കാം. നമ്മളൊക്കെ നോക്കുമ്പോഴത്തേക്കിനും പബ്ലിക് ട്രാൻസ്പോർട്ടൊക്കെ ഫ്രീ ആയിരിക്കുക എന്ന് പറയുമ്പോഴത്തേക്കിനും നമ്മൾ വിചാരിക്കും ആ രാജ്യത്തെ പബ്ലിക് ട്രാൻസ്പോർട്ട് ഭയങ്കര കച്ചറയാണ്, അതാണ് ഇതായിരുന്നു എന്നൊക്കെ വിചാരിക്കില്ലേ. പക്ഷേ അല്ല ഗൈസ്, ഇതൊരു റിച്ച് കൺട്രിയാണ്. ഇവിടെ പബ്ലിക് ട്രാൻസ്പോർട്ട് ഫ്രീ ആണ്. നല്ല ഹൈഫൈ ലക്ഷറി പബ്ലിക് ട്രാൻസ്പോർട്ടുകളാണ്. ഇതുകൊണ്ടില്ല, ലുക്സ് എക്സ്പോ എന്നും പറഞ്ഞുകൊണ്ട് ഇവരുടെ ഒരു ട്രാമാണ്. എന്നാൽ ഫ്രീ ആണെന്നും പറഞ്ഞുകൊണ്ട് ഇടിച്ചു ഊതി തിരക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇതിപ്പോൾ സമയം ഓഫീസ് ടൈം കഴിഞ്ഞുകൊണ്ട് ഒരു 5 മണി സമയം ആയതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇത്രയും തിരക്കെങ്കിലും ഇവിടെ കാണുന്നത്. ബസ്സുകളെന്നൊക്കെ പറഞ്ഞാലും ചില്ലറ ബസ്സുകളൊന്നുമല്ല. മെഴ്സീഡസ് ബെൻസിൻ്റെ ബസ്, വോൾവോയുടെ ബസ്, അങ്ങനെ റിച്ച് ബസ്സുകളാണെല്ലാം. അപ്പോൾ ഇവിടുത്തെ ഈ രാജ്യത്തെ ജനങ്ങൾക്കും ഇവിടെ വരുന്ന ആളുകൾക്കും എല്ലാം സൗജന്യമായിട്ട് സഞ്ചരിക്കാവുന്ന ഒരു മാർഗ്ഗമാണ് ഇവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത്. അതിനെപ്പറ്റിയൊക്കെ ഞാൻ പറയാം. ഇപ്പോൾ ഞാൻ എന്തായാലും ഇവിടുത്തെ ട്രാമിൽ കയറിയിരിക്കുകയാണ്. ഇതിനകത്ത് ടിക്കറ്റ് കൗണ്ടറില്ല, കണ്ടക്ടറില്ല, ടിക്കറ്റ് മെഷീനുകളില്ല, ഒരു കുന്തവും ഇല്ല. വളരെ സിമ്പിളാണെല്ലാം. പബ്ലിക് ട്രാൻസ്പോർട്ടിൽ ഡ്രൈവർ മാത്രമേ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ തന്നെ ഇവിടെ എല്ലാം ഡ്രൈവർ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ യൂറോപ്പിൽ ഏത് രാജ്യത്ത് വന്നാലും കണ്ടക്ടർ എന്ന് പറഞ്ഞൊരു സിസ്റ്റം ഇല്ല. ഇവിടെ പിന്നെ പ്രത്യേകിച്ച് നമുക്ക് വേറെ പൈസ വാങ്ങലും പരിപാടികളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഡ്രൈവർ ഇരുന്ന് വെറുതെ അങ്ങ് ഓടിച്ചാൽ മാത്രം മതി, വേറെ ഒന്നുമില്ല. ഒരു ലേഡിയാണ് ഈ ട്രാം ഓടിക്കുന്നത്. വളരെ എക്സിക്യൂട്ടീവായിട്ട് നല്ല അടിപൊളി ലുക്കിൽ അവരവിടെ ഇങ്ങനെ കൺട്രോൾ ചെയ്ത് അതിങ്ങനെ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആരും ചോദിക്കാനും പറയാനും ഇല്ല ഗൈസ്. നമ്മൾ വന്നിറങ്ങി ഗൈസ്, സിറ്റി സെൻറ്ററിൽ വന്നിറങ്ങി. എന്ത് സെറ്റപ്പല്ലേ, അതായത് ഒന്ന് ആലോചിച്ച് നോക്കിയേ, എന്ത് കിട്ടുവാണ്, എന്തൊരു നല്ല ആശയമാണ് സത്യം പറഞ്ഞാൽ ഇവർ ആവിഷ്കരണം ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ സ്വിറ്റ്സർലാൻഡിൽ ജനീവയിൽ പോയപ്പോഴത്തേക്കിനും നമ്മൾ അവിടെ ഹോട്ടലിൽ താമസിച്ചപ്പോഴത്തേക്കിനും നമുക്ക് ടൂറിസ്റ്റുകളായതുകൊണ്ട് നമുക്ക് പബ്ലിക് ട്രാൻസ്പോർട്ട് ഫ്രീ ആയിട്ട് ഉപയോഗിക്കുന്നതിന് വേണ്ടി ഒരു ടോക്കൺ തന്നില്ലേ, ഒരു QR കോഡ് തന്നില്ലേ. അപ്പോൾ അതൊക്കെ ശരിക്കും ഭയങ്കരമായിട്ട് ആളുകളെ പബ്ലിക് ട്രാൻസ്പോർട്ടിലേക്ക് ആകർഷിക്കുന്നതിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണ്. ശരിക്കും പല രാജ്യങ്ങളും ഇതുപോലെയുള്ള ആശയങ്ങളിലേക്ക് മുന്നിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ ഭാവിയിൽ എന്തായാലും മിക്കവാറും ഈ പറഞ്ഞ പോലെ പല രാജ്യങ്ങളിലും പബ്ലിക് ട്രാൻസ്പോർട്ട് എന്നുള്ളത് ഫ്രീ ആയിട്ട് വരുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറാനുള്ള എല്ലാ സാധ്യതകളും ഞാൻ കാണുന്നുണ്ട്. എന്ത് കിടിലം വണ്ടികളാണെന്ന് നോക്കി, ഇതൊക്കെ വോൾവോയുടെ വണ്ടികളാണ്. ഒരു രക്ഷയില്ല. എനിക്ക് ബസ്സുകൾ കണ്ടിട്ട് തന്നെ കൊതിയാവുന്നു, അതേപോലത്തെ വണ്ടികളല്ല. പബ്ലിക് ട്രാൻസ്പോർട്ട് ഫ്രീ എന്ന് പറഞ്ഞ് നിങ്ങൾ കാണുമ്പോഴത്തേക്കിനും നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഈ ഒരു ലുക്സംബർഗ് എന്ന് പറയുന്ന ഈ ഒരു സിറ്റിയിൽ മാത്രമാണ് പബ്ലിക് ട്രാൻസ്പോർട്ട് ഫ്രീ എന്നുള്ളത്. അല്ല സുഹൃത്തുക്കളെ, ഇവിടുത്തെ ഈ രാജ്യം മൊത്തത്തിൽ, അതായത് അത്യാവശ്യം വലിയ രാജ്യമാണിത്. ഒരു 50 കിലോമീറ്റർ 60 കിലോമീറ്ററൊക്കെ ഒരു സൈഡിലേക്കൊക്കെ ഉണ്ട്, മറ്റൊരു സൈഡിലേക്ക് പോകണമെങ്കിൽ. ഈ രാജ്യം ഫുള്ള് പബ്ലിക് ട്രാൻസ്പോർട്ട് ഫ്രീ ആയി. ഇവിടെ നിന്ന് എല്ലായിടത്തേക്കും 1-2 മണിക്കൂർ ദൈർഘ്യമുള്ള വണ്ടികളുണ്ട്. രാജ്യത്തിന് പുറത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ പബ്ലിക് ട്രാൻസ്പോർട്ടിൽ പൈസ കൊടുത്താൽ മതി. അതാണ് ഈ രാജ്യത്തിൻ്റെ പ്രത്യേകത. ഇത് നിങ്ങൾ ആലോചിക്കും, ഇവിടെ എന്തിനായിരിക്കും പബ്ലിക് ട്രാൻസ്പോർട്ട് ഇങ്ങനെ ഫ്രീ ആയിട്ട് കൊടുത്തിരിക്കുന്നത്, അല്ലെ കൊടുക്കുന്നതെന്ന്. ഇവർക്ക് എന്നാ വട്ടാണോ, ഇവർക്ക് അതിന് മാത്രമൊക്കെ ഉണ്ടോ എന്ന്. സത്യം പറഞ്ഞ് ഇവർക്ക് അതിന് മാത്രം കാശുണ്ട്. അത്യാവശ്യം ലോകത്തിലെ ഏറ്റവും വലിയ GDP ഉള്ള വലിയ റിച്ചസ്റ്റ് കൺട്രികളിലൊന്നാണ് ലുക്സംബർഗ്. ഈ ലുക്സംബർഗിലെ ആളുകൾ അത്യാവശ്യം നന്നായിട്ട് ടാക്സ് കൊടുക്കുന്ന അത് മാത്രമല്ല, പിന്നെ ഇവിടെ അവർ ഇൻകം ജനറേറ്റ് ചെയ്യാൻ ഒത്തിരി സോഴ്സുകൾ ഇവർക്കുണ്ട്. അതനുസരിച്ച് നല്ല രീതിയിൽ ടാക്സ് കിട്ടുന്നുണ്ട്. ആ കിട്ടുന്ന ടാക്സ് ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ മാറ്റുക എന്നുള്ളതാണ് ഇവരുടെ ആദ്യത്തെ ലക്ഷ്യം. രണ്ടാമത്തെ ലക്ഷ്യം എന്ന് പറയുന്നത്, ജനങ്ങളെക്കാട്ടി കൂടുതൽ കാറുകളുള്ള ഒരു രാജ്യമാണ് ലുക്സംബർഗ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർക്ക് ഈ പബ്ലിക് ട്രാൻസ്പോർട്ടിൻ്റെ ഉപയോഗം ആളുകളെ കൂടുതലായിട്ട് ആകർഷിക്കുക എന്നുള്ളൊരു ഉദ്ദേശം കൂടിയായിരുന്നു ഇതിൻ്റെ ഒരു പിന്നിൽ. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അത് അത്രയ്ക്ക് അങ്ങോട്ട് എഫക്റ്റീവ് ആയില്ല. അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത്, ഈ ലുക്സംബർഗ് എന്ന് പറഞ്ഞ ഈ രാജ്യത്തും ഈ ഒരു സിറ്റിയിലും ഏറ്റവും കൂടുതൽ ആളുകൾ ജീവിക്കുന്നത് ഫോറിനേഴ്സാണ്. അതായത് മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള, ഇപ്പോൾ ഫ്രാൻസ്, ജർമ്മനി, തൊട്ടടുത്ത രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാരാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ആളുകൾ ജീവിക്കുന്നതും ജോലിക്ക് വരുന്നതും പോകുന്നതൊക്കെ. അപ്പോൾ ഇവർ വിചാരിച്ച പോലെ ആ ഒരു അത്രയും എഫക്റ്റീവ് ആവുന്ന രീതിയിൽ ആളുകൾ പബ്ലിക് ട്രാൻസ്പോർട്ട് ഉപയോഗിക്കുന്നത് കൂടി ട്രാഫിക് കുറയും എന്നൊക്കെ വിചാരിച്ച് അങ്ങനെ സംഭവം എഫക്റ്റീവായിട്ട് നടന്നില്ലെങ്കിലും സംഭവം വർക്കാവുന്നുണ്ട്, സംഭവം അടിപൊളിയാണ്.
ശരിക്കും ഞാൻ ആലോചിക്കുകയായിരുന്നു, നമ്മുടെ നാട്ടിൽ കൊച്ചി മെട്രോ ഫ്രീ ആയിട്ട് കൊടുത്താലും ആളുകൾ കൊച്ചി മെട്രോയിൽ കയറാതെ കാറെടുത്തും ടാക്സി എടുത്തും അല്ലെങ്കിൽ ബൈക്ക് എടുത്തും ഒക്കെ പോകും. കാരണം അതങ്ങനെയാണ്. നമ്മൾ കൂടുതലും എത്ര ഫ്രീ കിട്ടി എന്ന് പറഞ്ഞാൽ ആദ്യത്തെ കുറച്ച് മൂപ്പൊക്കെ ഉണ്ടാവും, പിന്നീട് നമുക്ക് നമ്മുടെ കൺവീനിയൻസ് മാത്രമേ നോക്കുകയുള്ളൂ. 10 മിനിറ്റ് നേരത്തെ എത്താൻ പറ്റുമെങ്കിൽ ആ കാര്യം മാത്രമേ എല്ലാവരും ശ്രദ്ധിക്കുകയുള്ളൂ. അങ്ങനെ ഒരു കാര്യം ഇതിനകത്തുണ്ട്. എന്തായാലും വളരെ അടിപൊളിയായിട്ടുള്ള ഒരു കൺസെപ്റ്റാണ്. ശരിക്കും ലോകമെമ്പാടും ഇതുപോലെയുള്ള കാര്യങ്ങളിലേക്ക് ഇറങ്ങേണ്ട ഒരു കാര്യം ഞാനിങ്ങനെ ഇവിടെ കണ്ടപ്പോഴത്തേക്കിന് ആലോചിക്കുമായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടുത്തെ ആ ഒരു സിറ്റി സെൻറ്റർ ഏരിയയിലേക്കാണ് എത്തിയിരിക്കുന്നത്. ലക്സംബർഗിൻ്റെ മനോഹരമായിട്ടുള്ള ഈവനിങ് വിഷ്വൽസും രാത്രി കാഴ്ചകളൊക്കെ ഇന്ന് എനിക്ക് പകർത്താൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നു. എന്തൊക്കെയാണ് ഈ രാജ്യത്തുള്ളത് നമുക്ക് നോക്കാം. സെക്കൻഡ് ഹാൻഡ് സ്റ്റോറുകൾ ഈ യൂറോപ്പിലും ബാക്കിയുള്ള സ്ഥലത്തൊക്കെ ധാരാളമായിട്ടുള്ളൊരു കാര്യമാണ്. അതായത് നമ്മുടെ നാട്ടിലും എല്ലാവരും ചെയ്യുന്ന പോലത്തെയുള്ള സെക്കൻഡ് ഹാൻഡ് വസ്ത്രങ്ങൾ, ഉപയോഗിച്ച വസ്ത്രങ്ങൾ കൊടുത്ത് രണ്ടാമത് വാങ്ങിക്കുക എന്നുള്ളത്. യു ലുക്ക് ബ്യൂട്ടിഫുൾ ഇൻ സെക്കൻഡ് ഹാൻഡ് എന്നാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് അത്തരത്തിലുള്ള സെക്കൻഡ് ഹാൻഡ് വസ്ത്രങ്ങൾ വിൽക്കുന്ന ഒരു കടയാണ്. ലുക്സംബർഗിൻ്റെ ഈ ഒരു ഓൾഡ് ടൗൺ എന്ന് പറയുന്നത് ഒരു യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റാണ്. ഇവിടെ ഇതേ രാമൻ റെസ്റ്റോറൻ്റ് ഒക്കെ ഉണ്ടല്ലോ, സമുറായി രാമൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ഓക്കെ, എന്തെങ്കിലും ഇവിടെ. അപ്പോൾ ഈ ലുക്സംബർഗിൻ്റെ ഈ ഒരു ഓൾഡ് ടൗൺ എന്ന് പറയുന്നത് എൻറ്റയർലി ഒരു യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റാണ്. അവിടേക്കാണ് നമ്മളിപ്പം പോയിക്കൊണ്ടിരിക്കുന്നത്. വളരെ മനോഹരമായിട്ടുള്ള ഒരു പെഡസ്ട്രിയൻ സ്ട്രീറ്റ്, അത് നല്ല വൃത്തിക്കും മനയ്ക്കും സൂക്ഷിച്ചിരിക്കുന്നു. നല്ല നല്ല കടകളും ലക്ഷറി ഷോപ്പിംഗ് സെൻറ്ററുകളും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ആയിട്ട് ഒരു വൈകിട്ടാകുമ്പോഴത്തേക്കിനും നല്ല ചില്ലാകാൻ പറ്റുന്നൊരു സെറ്റപ്പാണ്. ഇവിടെ മെലഡി സ്പോട്ടെന്നും പറഞ്ഞുകൊണ്ട് ഒരാൾ അവിടെ ഇരുന്ന് പിയാനോ വായിക്കുന്നുണ്ടോ. പുള്ളി ഇരിക്കുന്നത് ഗുച്ചിയുടെ സ്റ്റോറിൻ്റെ മുമ്പിലാണ്. ഗുച്ചി, പിന്നെ ലൂയി വിട്ടൺ, അങ്ങനെ ഹൈഫൈ സെറ്റപ്പുകൾ മാത്രമാണല്ലോ ഇവിടെ ഉള്ളത്. ലക്സംബർഗിഷ് എന്നാണ് ഇവിടുത്തെ ആളുകളെ പറയുന്നത്. ഇപ്പോൾ ഫ്രാൻസിലെ ആളുകളെ നമ്മൾ ഫ്രഞ്ചുകാരെന്ന് പറയുന്ന പോലെ തന്നെ ഇവിടുത്തെ ആളുകളെ ലക്സംബർഗിഷ് എന്നാണ് പറയുന്നത്. ഇവിടെ ലക്സംബർഗിഷ് എന്ന് പറഞ്ഞാൽ ഇവർക്കൊരു ഭാഷയൊക്കെ ഉണ്ട് സ്വന്തമായിട്ട്, പക്ഷേ അത് വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ. കൂടുതലും ഫ്രാൻസും ജർമ്മനും ഒക്കെയാണ് ഇവിടുത്തെ ആളുകൾ. ഇംഗ്ലീഷൊക്കെയാണ് എല്ലാവരും ഉപയോഗിക്കുന്നത്. ഇംഗ്ലീഷ് അത്യാവശ്യം എല്ലാവരും നന്നായിട്ട് സംസാരിക്കും. അധികം ടൂറിസ്റ്റുകൾ അങ്ങനെ വരുന്നൊരു രാജ്യമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് അത്ര വലിയൊരു ടൂറിസ്റ്റ് കൺട്രി ഒന്നുമല്ല. പക്ഷേ എന്നാലും ഈ പറഞ്ഞ പോലെ എന്നെ പോലുള്ള ഏതെങ്കിലുമൊക്കെ രാജ്യങ്ങൾ സന്ദർശിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ വരുന്ന ഒരു സ്ഥലമാണ്. പിന്നെ ഫ്രാൻസിലേക്ക് വരുമ്പോഴത്തേക്കിനും പാരീസിൽ നിന്ന് ജസ്റ്റ് കേവലം ഒരു 2 മണിക്കൂർ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ എത്താവുന്നതേ ഉള്ളൂ. യൂറോപ്യൻ യൂണിയൻ്റെ പരമോന്നത നീതിപീഠം സ്ഥിതി ചെയ്യുന്നത് ലുക്സംബർഗിലാണ്. പിന്നെ നമുക്ക് ഈ ഷെങ്കൻ വിസ നമ്മൾ പറയത്തില്ലേ, ഷെങ്കൻ വിസ. അതിൽ ഷെങ്കൻ എന്ന് പറഞ്ഞ ഒരു സ്ഥലമുണ്ട്, ഒരു ചെറിയ ഗ്രാമമുണ്ട്. ആ ഷെങ്കൻ എന്ന് പറഞ്ഞ ഗ്രാമത്തിൽ വെച്ചിട്ടാണ് ഈ ഷെങ്കൻ ഉടമ്പടി റെഡിയാക്കിയത്. ഈ ഷെങ്കൻ എന്ന് പറഞ്ഞ ഗ്രാമം ശരിക്കും ഈ ലുക്സംബർഗിനും ഫ്രാൻസിനും ജർമ്മനിക്കും ഇടയ്ക്കുള്ള അതായത് ഈ 3 രാജ്യങ്ങൾ കൂടി ചേരുന്നൊരു സ്ഥലമുണ്ട്. അപ്പോൾ ഈ ഷെങ്കൻ ഏരിയയിലെ ആദ്യത്തെ രാജ്യങ്ങളിലൊന്നാണ് ലുക്സംബർഗ്. അപ്പോൾ അങ്ങനെ ഒട്ടേറെ പ്രത്യേകതകൾ ലുക്സംബർഗിനുണ്ട്. ഇവിടെ മഹാത്മാഗാന്ധിയുടെ ഒരു സ്റ്റാച്യു വരെയുണ്ട്, മഹാത്മാഗാന്ധിയുടെ ഒരു പ്രതിമ വരെ ഇവിടെ ലുക്സംബർഗിലുണ്ട്. ഇതിനു മുമ്പ് നമ്മൾ എവിടെയാണ് മഹാത്മാഗാന്ധിയുടെ പ്രതിമ കണ്ടത്? നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? കമൻറ്റ് ചെയ്യൂ. ഇവിടുത്തെ ഒരു കൾച്ചറൽ സെൻറ്റർ ബിൽഡിംഗ് ആണ് ഈ കാണുന്നത്. വളരെ മനോഹരമായിട്ടുള്ള ഒരു കെട്ടിടം. വൈറ്റ് മാർബിൾസ് ആണ്. എന്ത് സാധനം ഇത്? എന്ത് കല്ലാന്ന് എനിക്കറിയത്തില്ല. അങ്ങനത്തെ ഈ ഇവർ യൂറോപ്പിലെ ഇത്തരത്തിലുള്ള കരിങ്കല്ല് പോലത്തെ സാധനം വെച്ചിട്ടാണ് എല്ലാ ബിൽഡിങ്ങുകളും ഉണ്ടാക്കുന്നത്. അതുപോലത്തെ ഒരു മനോഹരമായിട്ടുള്ള ഒരു കെട്ടിടം. ഈ ഓൾഡ് സിറ്റി അല്ലെങ്കിൽ സിറ്റി സെൻറ്റർ ഏരിയാസ് എവിടെ പോയി കഴിഞ്ഞാലും നമുക്ക് ഇതുപോലെയുള്ള സ്ട്രീറ്റുകളായിരിക്കും. അതായത് വാഹന ഗതാഗതമൊന്നും ഇല്ലാത്ത സ്ട്രീറ്റുകളായിരിക്കും. അവിടെ നമുക്ക് ആകെ സന്ദർശിക്കാൻ സാധിക്കുന്നത് സൈക്കിൾ ഉപയോഗിച്ചും പെഡസ്ട്രിയനായിട്ടുമാണ്. സൈക്കിൾ വയ്ക്കുന്നതിന് വേണ്ടി ഇതുപോലുള്ള സ്ഥലങ്ങളും ഇഷ്ടംപോലെ എല്ലായിടത്തും കൊടുത്തിട്ടുണ്ട്. എന്തായാലും ആ ഒരു മനോഹരമായിട്ടുള്ള കെട്ടിടങ്ങൾക്കിടയിലൂടെ ഞാനിങ്ങനെ മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ സിറ്റിക്ക് പുറത്തേക്ക് ഔട്ട്സ്കേർട്സിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേ സംഭവങ്ങളൊക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ ഞാൻ ഇവിടെ നിങ്ങൾക്ക് വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പാരീസിൽ നിന്ന് ജസ്റ്റ് രാവിലെ ഒരു ട്രെയിനിൽ കയറി ഇവിടെ വന്നിറങ്ങി ഇവിടെ സിറ്റി സെൻറ്ററൊക്കെ ഒന്ന് കണ്ടിട്ട് തിരിച്ചു പോയാൽ മതി എന്നേ ഞാൻ പറയുള്ളൂ. അതിന് മാത്രമേ ഉള്ളൂ ഇവിടെ. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പ്രതിമ എനിക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. കൊള്ളാം അല്ലേ? ആടുകൾ ഇങ്ങനെ ചുറ്റിനും നിൽക്കുന്നു. അവിടെ 2-3 അപ്പൂപ്പന്മാർ അവിടെ നിന്ന് ഇങ്ങനെ വിവിധ തരത്തിലുള്ള വാദ്യോപകരണങ്ങൾ വായിക്കുന്ന ഒരു ചെറിയൊരു കുഞ്ഞ് സ്റ്റാച്ചു. ഇതിൻ്റെ താഴെ ഫൗണ്ടൻ ഉണ്ട്, പക്ഷേ അത് വർക്ക് ചെയ്യുന്നില്ല. ഞാനിപ്പോൾ ശരിക്കും യഥാർത്ഥമായിട്ടുള്ള ഒരു മെയിൻ സിറ്റി സെൻറ്റർ ഏരിയയിലേക്ക് വന്നിരിക്കുകയാണ്. ഇവിടെ എല്ലാം ഷോപ്പിംഗ് ആണല്ലോ. എല്ലാ ബ്രാൻഡുകളുടെ തുണിക്കടകളും ഇവിടെ ഉണ്ട് കേട്ടോ. ലുക്സംബർഗ് എന്ന് പറഞ്ഞ ഈ രാജ്യത്ത് ആകെയുള്ള ഒരു കത്തീഡ്രലാണ് നമുക്ക് അങ്ങ് ദൂരെ കാണാൻ സാധിക്കുന്നത്. 1600 കാലഘട്ടങ്ങളിൽ നിർമ്മിച്ച ഒരു വളരെ മനോഹരമായിട്ടുള്ളൊരു കത്തീഡ്രലാണത്. അതിവിടുത്തെ ഒരു മെയിൻ ഇമ്പോർട്ടൻറ്റ് സ്ഥലമാണ്. ഞാൻ അതിൻ്റെ അടുത്തേക്ക് പോയി നോക്കട്ടെ. ഇപ്പം മണിയടി കേട്ടായിരുന്നു, അടച്ചോ ഇല്ലയോ എന്ന് അറിയത്തില്ല. ഇവിടുത്തെ കെട്ടിടങ്ങളൊക്കെ വേറെ ലെവലാട്ടോ. എന്ത് രസമാണ് ഓരോ കെട്ടിടങ്ങൾ കാണാനായിട്ട്. ആളുകളും ഭയങ്കര ഭംഗിയുള്ള ആൾക്കാരാണ് കേട്ടോ.
പിന്നെ അസ്യൂഷ്വൽ എല്ലാ രാജ്യങ്ങളിലും ഉള്ള പോലെ തന്നെ ധാരാളം ഇമിഗ്രൻസിനെ നമുക്ക് ഇവിടെയും കാണാൻ സാധിക്കും. ഇന്ത്യക്കാരെ ഞാൻ കണ്ടില്ല, ആഫ്രിക്കൻസ് കുറേ പേര് ഞാൻ കണ്ടു. പിന്നെ ബാക്കിയുള്ള ആൾക്കാരെയൊക്കെ നമുക്കിങ്ങനെ നോക്കാം. അവരവരുടെ ഏരിയാസൊക്കെ വരുമ്പോഴായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടുത്തെ പോലീസിൻ്റെ വണ്ടിയാണ്. റിച്ച് കൺട്രി ആണെന്നുണ്ടെങ്കിലും നമ്മുടെ ദുബായ് അത്രയൊന്നും വരത്തില്ല കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ ഒരു ബൈസൈക്കിൾ എടുത്തിട്ട് നമുക്ക് മൊത്തത്തിലേക്ക് ഇറങ്ങാമായിരുന്നു. ഇവിടെ എല്ലാം ബൈസൈക്കിൾ ട്രാക്കുകൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇത്തരത്തിലുള്ള ഈ ബൈക്സ് നമുക്ക് വേണമെങ്കിൽ റെൻറ്റിന് എടുക്കാവുന്നതാണ്. ഇനിയിപ്പോൾ എന്തായാലും ഇതിനെടുക്കാൻ ഉള്ള സാവകാശമില്ല. ഇതാണ് 1621 തോന്നുന്നു നിർമ്മിച്ച ആ ഒരു മനോഹരമായിട്ടുള്ള കത്തീഡ്രലിൻ്റെ ഭാഗമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കൊള്ളാമല്ലേ, അടിപൊളി. ഇതെല്ലാം ആ ഒരു യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൻ്റെ ഭാഗമാണ് ഈ കാണുന്ന സ്ഥലങ്ങളൊക്കെ. ഇതെന്താ സംഭവം, ക്ലോക്ക് മുകളിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ടെമ്പറേച്ചർ കാണിക്കുന്നുണ്ട്, 13 ഡിഗ്രി സെൽഷ്യസ് ആണ് ടെമ്പറേച്ചർ. ഇതൊക്കെ എന്താ നല്ല ഭംഗിയുണ്ട് ഓരോ സംഭവങ്ങൾ. ഞാനിങ്ങനെ കത്തീഡ്രലിൻ്റെ മുൻപിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതിവിടുത്തെ ഒരു വളരെ നോട്ടബിളായിട്ടുള്ള ഒരു ബിൽഡിങ്ങാണ്. അതിമനോഹരമായിട്ടുള്ളൊരു ബിൽഡിങ്ങാണ് ഇവിടുത്തെ കത്തീഡ്രൽ എന്ന് പറയുന്നത്. അതായത് ഇതിൻ്റെ ഒരു ആകാശ ദൃശ്യമൊക്കെ കാണുകയാണെങ്കിൽ അതിൻ്റെ ഒരു മനോഹാരിത ശരിക്കും പറഞ്ഞാൽ നമുക്കത് മനസ്സിലാവും. അത് അടച്ചിട്ടില്ലെങ്കിൽ നമുക്ക് തീർച്ചയായും ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കയറി കാണാം എന്നാണ് എനിക്ക് തോന്നുന്നത്. ആ ഒരു ടിപ്പിക്കൽ യൂറോപ്യൻ ആ ഒരു ഗോത്തിക് സ്റ്റൈലിലാണ് ഇതിൻ്റെ നിർമ്മാണം എന്ന് പറയുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇതുപോലുള്ള കത്തീഡ്രൽസ് കാണാനായിട്ട്. ചിലർക്ക് എന്ത് രസമാണെന്നറിയോ കാണാൻ. ഇതിൻ്റെ ഉൾഭാഗം എങ്ങനെയുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. എന്തായാലും സൂപ്പർ എക്സൈറ്റഡ് ടു സീ ദ ഇൻറ്റീരിയർ ഓഫ് ദിസ് കത്തീഡ്രൽ. പിക്ചറുടെ ഡോറ്. ലക്സംബർഗ് നഗരത്തിലുള്ള അതിമനോഹരമായിട്ടുള്ള ഒരു കാത്തലിക് ചർച്ചിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഞാനകത്ത് കയറി വിഷ്വൽസൊക്കെ എടുത്തിട്ട് വന്നിട്ട് ഞാൻ നിങ്ങളോട് പറയാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു എങ്ങനെയാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ എന്നുള്ളത്. ഭയങ്കര രസമാണ് കാണാനായിട്ട്. രസം എന്ന് പറഞ്ഞാൽ അതിമനോഹരമാണ്. ആർച്ച് ഡയസി ഓഫ് ലക്സംബർഗിൻ്റെ കീഴിലാണ് ഈ ഒരു കത്തീഡ്രൽ വരുന്നത്. 1613 ഇതിൻ്റെ ഗ്രൗണ്ട് ബ്രേക്കിംഗ് നടന്നത്. നിലവിലിപ്പോൾ നമ്മൾ കാണുന്ന ഈ ഒരു കത്തീഡ്രൽ കംപ്ലീറ്റ് ചെയ്തത് 1938 ആ സമയത്താണ് ഇത് ആക്ച്വലി നിർമ്മാണം കഴിയുന്നത്. കാരണം കുറേ വർഷം എടുത്ത് ഇത് പിന്നെ ഇതിന് കുറേ അങ്ങനത്തെ കുറേ ചരിത്രങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇതിൻ്റെ അകത്ത് നമ്മൾ കയറി കഴിയുമ്പോൾ നമുക്ക് കാണുന്ന കുറേ കാഴ്ചകളുണ്ടല്ലോ. അതായത് കസേരകളാണ് ബേസിക്കലി അതിനകത്ത് ഇട്ടിരിക്കുന്നത്. വളരെ മനോഹരമായിട്ടുള്ള കുറേ ചിത്രപ്പണികൾ, പെയിൻറ്റിങ്സ് നമുക്ക് അകത്ത് കാണാൻ സാധിക്കും. അത് പെയിൻറ്റിങ്സ് ചുമരിലും മുകളിലും ഡോം പോലെയുള്ളൊരു പ്രദേശത്തും പിന്നെ അതേപോലെ തന്നെ ചില്ലുകളിൽ പോലും നമുക്ക് വളരെ മനോഹരമായിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള ആർട്ട് വർക്കാണ് ഇതിനകത്ത് ചെയ്തു വെച്ചിരിക്കുന്നത്. പിന്നെ അൾത്താരയൊക്കെ ആണെങ്കിലും വളരെ മനോഹരം തന്നെയാണ്. പിന്നെ ഇരിക്കാനായിട്ട് കസേരകളാണ് ഇട്ടിരിക്കുന്നത്. പിന്നെ നമുക്ക് കുമ്പസാര കൂടുകൾ നമുക്ക് ധാരാളം കാണാൻ സാധിക്കും. പിന്നെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നിയത് മെഴുകുതിരി കത്തിച്ച് വെക്കുന്ന ഒരു രീതിയാണ്. ഒരു പ്രത്യേക തരത്തിൽ ഉള്ള ഒരു ടൈപ്പ് ഓഫ് മെഴുകുതിരിയാണ്. ആ മെഴുകുതിരി കത്തിച്ച് വെക്കുന്നതുകൊണ്ട് അവിടെയൊന്നും വൃത്തികേടാവാതെ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നല്ല രീതിയിൽ മെഴുകുതിരി കത്തിച്ച് വെച്ചിരിക്കുന്ന ഒരു ഭാഗവും അതിനകത്തുണ്ട്. ഭയങ്കര ഇംപ്രസീവായിട്ടുള്ളൊരു സംഭവമാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ബസ്സിലൊന്നും ആരുമില്ലടേ, ബസ്സൊക്കെ കാലിയാടേ. എന്തുവാടേ ഇത്? നമുക്ക് ബസ്സിൽ കയറിയില്ല, നമുക്ക് ബസ്സിലൊന്ന് കയറിയേക്കാം. എന്താ ബസ്സിൽ അങ്ങനെ പരിപാടി നോക്കാം. അറിയല്ലേ? യെസ്, നമ്മൾ ബസ്സിൽ കയറി വരുമ്പോഴത്തേക്കിനും നമുക്കിവിടെ ഒരു സംഭവമില്ല. അതായത് ടിക്കറ്റ് എടുക്കാനുള്ള സെറ്റപ്പില്ല, ഒന്നുമില്ല. കണ്ടില്ലേ, സിമ്പിളാണ്. കണ്ടക്ടറില്ല, ഒരാളുമില്ല. ഞാൻ ബസ്സിൽ കയറി. നമ്മൾ എവിടെയോ നേരത്തെ വന്നിറങ്ങി, അതേ സ്ഥലത്ത് തന്നെ വന്നിറങ്ങി. ചുമ്മാ ബസ്സിൽ കയറി പോകാമല്ലോ, വെറുതെ കയറി പോകാമല്ലോ. നമ്മൾ പണ്ട് ബാംഗ്ലൂരൊക്കെ പഠിച്ചുകൊണ്ടിരുന്നവർക്ക് അറിയാം, നമ്മൾ പാസ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒരു ഇച്ചിരി ദൂരം പോകണമെന്നുണ്ടെങ്കിലും ബസ്സിലല്ലേ പോവുള്ളൂ. കാരണം നമ്മൾ ഓൾറെഡി പേ ചെയ്തു എന്നുള്ള രീതിയിൽ. ഇതിപ്പോൾ നമ്മളിത് ഫ്രീ ആണല്ലോ, വെറുതെ ഇങ്ങനെ ഇട്ടിരിക്കുകയല്ലേ വണ്ടിയൊക്കെ. എന്നാൽ പിന്നെ അങ്ങ് വെറുതെ കയറി അങ്ങ് പോയാൽ പോരെ അല്ലേ. ഇവിടെ ഈ പബ്ലിക് ട്രാൻസ്പോർട്ട് ഫ്രീ ആണെന്നുണ്ടെങ്കിലും എല്ലായിടത്തും മുക്കിനും മൂലയ്ക്കും ബസ്സുകളിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതായത് എന്ത് ലുക്കാണെന്നറിയോ വണ്ടികളൊക്കെ, എന്ത് ഭംഗിയുള്ള വണ്ടികളാണെന്നറിയോ. എല്ലാം ഭയങ്കര രസമാണ് വണ്ടികളൊക്കെ. അതിങ്ങനെ ഫുൾ ടൈം ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഫ്രീ ആണെന്നുള്ളതിൻ്റെ ഒരു ഫ്രീ എന്ന് പറയുമ്പോഴത്തേക്കിനും ഒരു ഔദാര്യം ആയിട്ടല്ല എവിടെ അത് കാണുന്നത്. ഇവരുടെ റൈറ്റ്സ് ആയിട്ടാണ് കാണുന്നത്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഈ കൺസെപ്റ്റ്, അടിപൊളിയാണ്. ഞാനിപ്പോൾ നമ്മുടെ മഹാത്മാഗാന്ധിയുടെ പ്രതിമ തേടിയുള്ള നടത്തത്തിലാണ്. ഈ ഒരു പാർക്കിൻ്റെ ആ ഭാഗത്ത് എവിടെയായിട്ടാണ് നമ്മുടെ മഹാത്മാഗാന്ധിയുടെ പ്രതിമ ഇവിടെ ഉള്ളത്. എവിടെയൊക്കെ ഉണ്ടല്ലേ മഹാത്മാഗാന്ധിയുടെ പ്രതിമ. നമ്മളിതിനു മുമ്പ് ന്യൂസിലൻഡിൽ പോയ സമയത്ത് അവിടെയും നമ്മൾ കണ്ടിരുന്നു. പല രാജ്യങ്ങളിലും നമ്മൾ മഹാത്മാഗാന്ധിയുടെ പ്രതിമ നമ്മൾ കണ്ടിരുന്നു. വി ഷുഡ് ബി പ്രൗഡ് അല്ലേ. ഇവിടെ ഒരു പബ്ലിക് പാർക്കുണ്ട്, ഒരു കുഞ്ഞ് പബ്ലിക് പാർക്ക്. ഈ ഒരു പബ്ലിക് പാർക്കിൽ ധാരാളം പ്രതിമകളുണ്ട്, കുറേ ആളുകളുടെ പ്രതിമകളുണ്ട്. അപ്പോൾ ആ പ്രതിമകളുടെ അടുത്തായിട്ട് നമുക്കിവിടെ ഫസ്റ്റ് നമുക്ക് കാണാൻ സാധിക്കുന്നത് നമ്മുടെ ഗാന്ധിജിയുടെ പ്രതിമയാണ്. 1869 to 1948 എന്ന് പറഞ്ഞ് നമുക്കിവിടെ
കാണാം നമ്മുടെ ഗാന്ധിജിയുടെ പ്രതിമ. ബസ് സ്റ്റോപ്പുകളൊക്കെ വളരെ എന്താ പറയുക, വലിയ തിരക്കും കാര്യങ്ങളൊന്നുമില്ല, മനസ്സിലായില്ലേ? എന്താണെന്നറിയില്ല, ഇങ്ങനെയൊക്കെയാണ്. ഇത് ഇവിടെ ലേൺ ഫ്രഞ്ച് എന്നൊക്കെ പറഞ്ഞ് ബോർഡൊക്കെ കാണാം. ഇത് ഫ്രഞ്ച് പഠിപ്പിക്കുന്ന സ്ഥാപനമാണ്, ഫ്രഞ്ച് പഠിപ്പിക്കുന്ന സ്ഥാപനം. ഇവിടെ ഉണ്ടല്ലേ ഫ്രഞ്ച് പഠിപ്പിക്കുന്ന സ്ഥാപനം. നമുക്ക് ഇനി ഈ ബസ്സിൽ കയറിയിട്ട് നമുക്ക് വേറെ സ്ഥലത്തേക്ക് പോകാം. ഞാൻ എന്തല്ലേ ചുമ്മാ ബസ്സിലൊക്കെ ഇങ്ങനെ വെറുതെ അങ്ങോട്ട് കയറാമല്ലേ, ഇങ്ങോട്ട് വേണേൽ പോകാമല്ലോ. ബസ്സിൽ കയറുക, എവിടെങ്കിലൊക്കെ ഇരിക്കുക, സിമ്പിൾ. താങ്ക് യു ലക്സംബർഗ്. ഞാൻ അങ്ങനെ ആ മനോഹരമായിട്ടുള്ള പല വർണ്ണത്തിലുള്ള ബസ്സിൽ കയറി ഞാൻ ഏതോ ഒരു സ്ഥലത്ത് വന്നിറങ്ങി. ഇവിടെ ഏതോ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്, അത് കാണാൻ വേണ്ടി പോവാം. ഇവിടെ മനസ്സിലായില്ലേ, ഇവിടെ വലിയ സംഭവങ്ങളൊന്നുമില്ല കാണാനായിട്ട്, ഇതൊക്കെ തന്നെ ഉള്ളൂ. ഇവിടെ കുട്ടികളുടെ ഒരു പാർക്കാണേ. പാർക്കിൽ നോഹയുടെ പെട്ടകം പോലത്തെ ഒരു പെട്ടകം ഉണ്ടാക്കി വെച്ചിരിക്കുന്നുണ്ടല്ലേ. അതിനകത്ത് പലതരത്തിലുള്ള ആക്ടിവിറ്റീസ് ഉണ്ട്. പിന്നെ ഇവിടെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഊഞ്ഞാൽ, വലിയ ആളുകൾക്കും കുഞ്ഞു ആളുകൾക്കും വേണ്ടുള്ള ഊഞ്ഞാൽ, ഇതൊക്കെ ഗവൺമെൻറ് മെയിൻറ്റെയിൻഡ് ആണ്. അതാണ് അത് ശരി. ഇതാണ് ഇവിടുത്തെ വ്യൂ പോയിൻ്റ്. ഈ വ്യൂ ആണോ ഞാൻ കാണണ്ടേ? മാപ്പിൽ ഒരു വ്യൂ പോയിൻ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ തപ്പി തടഞ്ഞ് വന്നതാണ്. ആ ബസ്സിൽ കയറി വന്നപ്പോഴത്തേക്കിനും ഇതാണ് ഇവിടുത്തെ വ്യൂ പോയിൻ്റ്. ഇവിടെ നമുക്കൊരു ഒരു മെമ്മോറിയൽ ആയിട്ട് ഒരു ജ്വാല ഇങ്ങനെ അഗ്നി ഇങ്ങനെ ജ്വലിക്കുന്ന കാണാം. ബാക്കിൽ നമുക്ക് ലക്സംബർഗിൻ്റെ ഫ്ലാഗൊക്കെ ഉണ്ട്. ജസ്റ്റ് ഒരു മോണുമെൻ്റ് ആണ്. ഇവിടെ നോക്കുമ്പോഴത്തേക്കിനും നമുക്ക് അങ്ങ് താഴ്വാരത്തുള്ള ലക്സംബർഗിൻ്റെ ആ ഒരു ഏരിയ കാണാൻ സാധിക്കും. ഇത് അത്യാവശ്യം വ്യൂ ഉണ്ട് കേട്ടോ ഇവിടെ. അല്ല, ഇത്രയും പൊക്കത്തായിരുന്നു നമ്മളിപ്പോൾ ഉണ്ടായിരുന്നത്. നോക്കി, ഓ അത് പൊളിച്ചു കേട്ടോ. ഇത് ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല കേട്ടോ ഇങ്ങനെ ഉണ്ടാവുന്ന ഇവിടെ. ഓ അടിപൊളി ഒരു ബ്രിഡ്ജ് ഉണ്ടോ അവിടെ ദൂരെ, നല്ലൊരു ബ്രിഡ്ജാണ്. എന്ത് ഹൈറ്റിലാണ് ആ ബ്രിഡ്ജ്. ഓ ഇത് ഭയങ്കര വ്യൂ പോയിൻ്റ് കേട്ടോ. ഇത് ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല കേട്ടോ ഇവിടെ ഇങ്ങനെ ഉണ്ടാവുന്ന. അവിടെ ഏതൊരു പള്ളിയിൽ ഇങ്ങനെ മണി അടിക്കുന്നുണ്ട്. താഴെ ഇവിടെ ആ കാണുന്നതൊക്കെ മറ്റേ ഓപ്പൺ ജിമ്മും അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ്. പിന്നെ അങ്ങ് ദൂരെ നമുക്ക് സിറ്റിയുടെ മറ്റൊരു ഭാഗം നമുക്ക് കാണാൻ സാധിക്കും. താഴെ മേളിലൊക്കെ ആയിട്ട് പുതിയതും പഴയതുമായിട്ടുള്ള ആ ഒരു കെട്ടിടങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. വാവ്, അത് കൊള്ളാമല്ലേ? നല്ല കിഡിലെ സെറ്റപ്പ്, എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ലൊരു വൈബുള്ള സ്ഥലം, ഇത് കൊള്ളാം. ആ പാലം എന്തായാലും സൂപ്പറായിട്ടുണ്ട്. എന്ത് ഹൈറ്റിലാണ് ആ പാലം എന്ന് നോക്കി. അതായത് ആ കാണുന്നത് ഒരു 2 നില കെട്ടിടമാണ് കണ്ടോ. ആ പാലത്തിൻ്റെ ഹൈറ്റ് എത്ര നിലയുടെ ഹൈറ്റ് ഉണ്ടാവും ആ കെട്ടിടത്തിന് വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കിനും ഒരു 7-8 നിലയുടെ ഹൈറ്റ് ായിരിക്കും ആ പാലം ഇരിക്കുന്നത്. അത് പൊളിച്ച്. ഇവിടെ നിന്നുള്ള വ്യൂ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഭയങ്കര രസമുണ്ട്. അതുകൊണ്ട് താഴേക്ക് ഇങ്ങനെ പോകുന്നത് കണ്ടോ. അവിടെ നിന്ന് വഴി റോഡൊക്കെ പോകുന്നു, അതിനിടയ്ക്ക് ഇങ്ങനെ ബസ്സൊക്കെ കയറി വരുന്നുണ്ടല്ലേ. താഴേന്ന് ഇപ്പുറത്തേക്ക് വരുമ്പോൾ ഇവിടെ ഒരു പാലമുണ്ട്. ഇതേ അടിപൊളി വരെ. അത് റെയിൽവേ പാലമാണ്. ഇതിങ്ങനെ ഈ കുന്നിൻ്റെ മുകളിലുള്ളൊരു സ്ഥലമായിരുന്നോ ദൈവമേ, ഞാൻ അറിഞ്ഞില്ല. അത് എടുത്തിട്ടില്ല, മണ്ണൊക്കെ എടുത്ത് വെച്ചിരിക്കുന്ന പോലത്തെ ഒരു ഏരിയ കണ്ടോ. നമുക്ക് താഴെ ഒരു ചെറിയൊരു നദിയല്ല, ഒരു ചെറിയൊരു തോടൊഴുകുന്നു. ആ തോടിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ വളരെ മനോഹരമായിട്ടുള്ള വീടുകൾ നമുക്ക് കാണാൻ സാധിക്കും. അത് പൊളിച്ചു കേട്ടോ. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. അത് നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇത് ഇത്ര ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല. അവിടെ താഴെ ആളുകൾ കുറേ കളിസ്ഥലങ്ങളൊക്കെ ഉണ്ട്. അത് റെയിൽവേ പാലത്തിന് മുകളിൽ കൂടെ ട്രെയിൻ പോകുമ്പോൾ വീണ്ടും അടിപൊളിയായിരിക്കും. അപ്പുറത്തും ഇപ്പുറത്തും ഏതൊക്കെ തരത്തിൽ എങ്ങനെയൊക്കെയാണ് കെട്ടിടങ്ങൾ പണിത് വെച്ചിരിക്കുന്നത് നോക്ക്. ആ മലയുടെയൊക്കെ മേളിൽ ശരിക്കും ഒരു ക്ലിഫ് പോലെ. ഇതാണോ വ്യൂ പോയിന്റ് എന്നൊക്കെ ചോദിച്ചിട്ട് ഇതൊരു കിടിലൻ വ്യൂ പോയിന്റ് ആയിപ്പോയി. ഇത് നോക്കിയാണ്ട് അവിടെ ഇടയ്ക്കിതേ ഒരു കോട്ടയൊക്കെ പോലെ എന്തൊക്കെയോ സെറ്റപ്പുകളൊക്കെ ഉണ്ട്. ലേറ്റായി മകനെ. താഴെ അവിടെ ഒരു പാലം കണ്ടോ. അവിടെ ഒരു പാലമുണ്ട്. ആ പാലത്തിന് അപ്പുറത്തും ഇപ്പുറത്തും തോടിനപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് നമുക്ക് വീടുകൾ കാണാം. പിന്നെ അങ്ങ് ദൂരെ അവിടെ ഒരു ടണൽ കാണാം. വാഹനങ്ങൾ പോകുന്ന ഒരു ടണലാണത്. പിന്നെ നമ്മൾ നേരത്തെ കണ്ട ആ കെട്ടിടങ്ങളും പിന്നെ ആ ഒരു പള്ളിയും ആ കത്തീഡ്രലൊക്കെ നമുക്ക് ഇവിടെ കാണാം. ഇത് പൊളിച്ചു കേട്ടോ. അപ്പോൾ തിരിച്ചിവിടെ നിന്ന് നടന്ന് അങ്ങോട്ട് പോകാമെന്ന് എനിക്ക് തോന്നുന്നു. ഇത് ഇവിടുത്തെ സിറ്റി സെൻറ്റർ ഏരിയയുടെ ഒരു എൻഡാണിത്, മനസ്സിലായോ? ആ എൻഡാണ് ഇത്തരത്തിൽ നമുക്ക് ഇവിടെ ഇങ്ങനെ കാണാൻ സാധിക്കുന്നത്. ആ ഒരു ലക്സംബർഗിൻ്റെ ഒരു ആകാശ ദൃശ്യം നോക്കിയാലേ നിങ്ങൾക്ക് കറക്റ്റ് അത് മനസ്സിലാവുള്ളൂ. എന്നാലാണ് അതിൻ്റെ ഒരു ബ്യൂട്ടി ശരിക്കും നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഞാൻ ഇങ്ങനെ നടന്നു വരികയാണ്. അപ്പോൾ ഒരു എതിരെ നടന്ന് എന്നെ പോലെ തന്നെ ബാഗ് കിട്ടണമെന്ന് തോന്നുന്നൊരു പുള്ളിയാണ്. എക്സ്ക്യൂസ് മീ, ഹൗ യു മിസ്റ്റർ? ഞാൻ പറയാം, ഐം ഗുഡ്. Don't be afraid, I'm not going to do anything, okay? എന്നൊക്കെ പറഞ്ഞ് ഞാൻ അങ്ങനെ എൻ്റെ കയ്യിലുള്ള ഫോണിനെ പിടിച്ചെടുത്തേക്കും. ഞാൻ പറഞ്ഞു, yeah, okay, what happened? ഞാൻ ചോദിച്ചു, I'm a homeless here in Luxembourg. Can you give me some euros? What? I'm a homeless here in Luxembourg. എനിക്ക് കുറച്ച് യൂറോ തരാം. ഞാൻ പറഞ്ഞു, എന്താ സോറി അളിയാന്ന് പറഞ്ഞു. അവിടെ കണ്ടാലേ ഒരു പ്രശ്നമില്ല, നല്ല മനുഷ്യൻ, ചെറുപ്പക്കാരൻ, ഒരു 30 വയസ്സുണ്ടാവും. കണ്ട ഹോംലെസ് ആണെന്ന് പറയേയില്ല. എന്തിനാണോ അയാളങ്ങനെ പറഞ്ഞത്? ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് വൈകുന്നേരത്തെ ദൃശ്യങ്ങൾ പകർത്താൻ സമയമായി. വൈകിട്ടാകുമ്പോഴത്തേക്കിനുമാണ്
ആ നഗരത്തിൻ്റെ ഭംഗി അങ്ങോട്ട് നമുക്ക് ശരിക്ക് കിട്ടുക. ഫുള്ള് ലൈറ്റൊക്കെ ഇട്ട് സെറ്റായി വരും. ഇത് കണ്ടില്ലേ, ഇത് താഴേക്കുള്ള ലിഫ്റ്റൊക്കെയാണേ. അതായത് ഇതിൻ്റെ താഴെയൊക്കെ പാർക്കിങ്ങും അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ടാവും. സമയം പോയിട്ട് 6 മണിയായേ. ഇനിയിപ്പോൾ ഇതുപോലുള്ള പല കടകളും അടച്ചു തുടങ്ങും. കണ്ടില്ലേ, പല കടകളും അടച്ചു തുടങ്ങി. അടച്ചു കഴിഞ്ഞിട്ട് ഇവരുടെ പരിപാടി എന്ന് പറയുന്നത് ഇതുപോലെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഇങ്ങനെ കോഫിയൊക്കെ കുടിച്ച് ഒരു ബിയറൊക്കെ, അവിടെ ആരും കോഫി കുടിക്കുന്നില്ല, അവിടെ എല്ലാവരും ബിയർ കൂടിയാണ്. ബിയറൊക്കെ കഴിച്ച് ഇങ്ങനെ ചില്ലാവും. അതാണ് ഇവരുടെ പരിപാടി എന്ന് പറയുന്നത്. ഇവിടെ ഒരു കട അടച്ചു. പക്ഷെ ആ കടയിൽ വെച്ചിരിക്കുന്ന മാല സെറ്റ് ഉണ്ട്. എന്ത് ഭംഗിയല്ലേ കാണാനായിട്ട്. താഴത്തെ മാലയ്ക്ക് 100 യൂറോ, മുകളിലത്തെ മാലയ്ക്ക് 35 യൂറോ ഒക്കെയാണ് പ്രൈസ്. മാലയും കമ്പലും ഒക്കെ വെച്ചിരിക്കുന്നുണ്ടോ. ഭയങ്കര ഭംഗിയുള്ള കളക്ഷൻസ്. നോക്കി എന്ത് രസമല്ല കാണാനായിട്ട്. 300 യൂറോ ഒക്കെയാണ് ആ കാണുന്ന വലിയ മാലയ്ക്ക്. 300 യൂറോ എന്ന് പറഞ്ഞാൽ ഏകദേശം 35,000 രൂപ വരും. പക്ഷെ എൻ്റെ ദൈവമേ, പൂവൊക്കെ ഇട്ട് ഡെക്കറേറ്റ് ചെയ്ത് അടിപൊളിയായിട്ട് വെച്ചിരിക്കുന്നുണ്ടല്ലേ. എന്ത് രസം, എന്ത് ഭംഗിയാണ് കാണാനൊക്കെ. ഉക്രൈനിയൻ ഷോപ്പ് ന്യൂ എന്ന് പറഞ്ഞുകൊണ്ട് എഴുതിയിട്ടുണ്ട്. ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ ഉക്രൈനിൽ നിന്നുള്ള ആരുടെയെങ്കിലും ഷോപ്പായിരിക്കും. 6 മണി ആയപ്പോഴത്തേക്കിനും ഞാൻ പറഞ്ഞില്ലേ, കടകളെല്ലാം അടച്ചു. ഇവിടുത്തെ ഇതെല്ലാം ഈ പറഞ്ഞ പോലെ ഇവിടുത്തെ ഒരു കൾച്ചറാട്ടോ ഇത്. അതായത് യൂറോപ്പും ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് ഇവരുടെ ഒക്കെ കൾച്ചറാണിത്. അതായത് വൈകിട്ടാകുമ്പോഴത്തേക്കിനും എല്ലാവരും അടച്ച് വീട്ടിൽ പോകും. വീട്ടിൽ പോകുമെന്ന് വെച്ചാൽ വീട്ടിൽ പോകില്ല. ഇങ്ങനെ ഇരിക്കും പലരും. ഇങ്ങനെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഇങ്ങനെ എവിടെയെങ്കിലുമൊക്കെ ബിയറൊക്കെ കഴിച്ചിങ്ങനെ ഇരിക്കും. അതാണ് ഇവരുടെ കൾച്ചർ എന്ന് പറയുന്നത്. എവിടെ നോക്കിയാൽ ഇനിയിപ്പോൾ ഇതായിരിക്കും കാണാൻ സാധിക്കുന്നത്. ഇനി മുതൽ റെസ്റ്റോറൻറ്റുകളും ബാറുകളൊക്കെ തിരക്കായിരിക്കും. വീക്കെൻഡ്സ് ആണെന്നുണ്ടെങ്കിൽ രാത്രി വരെ ഇവർ ബിയർ കുടിച്ചിരുന്നിട്ട് അതിന് ശേഷം ക്ലബ്ബിൽ പോകും. മിക്ക ആൾക്കാരുടെ പരിപാടികൾ അതാണ്. ആ കടയുടെ പേരുണ്ടോ, പിട്ടായ തായ് സ്ട്രീറ്റ് ഫുഡ്. പട്ടായ അല്ല, പിട്ടായ. രാത്രി ആയപ്പോഴത്തേക്കിനും കളറായല്ലോ ഫുള്ള്. ട്രാം മാത്രമല്ല, ബസ്സും മൊത്തത്തിൽ കളറായല്ലോ. ഞാനിങ്ങനെ നടന്നു വരികയായിരുന്നു. ഞാൻ ലൈവ് കണ്ടു. അതായത് ഒരു ലേഡിയുടെ കയ്യിൽ നിന്ന് ഫോണാണെന്ന് തോന്നുന്നു, എന്തോ ഒരു സാധനം തട്ടിപ്പറിച്ചോണ്ട് ഓടി. അവർ പുറത്തെ ആളാണ്, ഇവിടുത്തെ ആളല്ല, ടൂറിസ്റ്റ് എന്തോ ആണെന്ന് തോന്നുന്നു. അയാൾ ഓടി, അവർ പുറകെ ഓടി ഹെൽപ്പ് എന്നൊക്കെ പറഞ്ഞ് അലക്കുന്നുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ എനിക്കും പേടിയായി. നമുക്ക് എന്തായാലും ഈ ട്രാമിൽ കയറി എങ്ങോട്ടെങ്കിലുമൊക്കെ ഒന്ന് പോകാം. ട്രാമിൽ മൊത്തം ലൈറ്റ് കേട്ടോ. അത് ഇവിടെ സീറ്റിൻ്റെ ബാക്കിൽ ലൈറ്റ്, പിന്നെ ഡോറിൽ ലൈറ്റ്, എല്ലായിടത്തും ലൈറ്റ്. എന്ത് അടിപൊളിയായിട്ടാണ് വെച്ചിരിക്കുന്നതെന്ന് നോക്കിയേ. ഞാനിപ്പോൾ ആക്ച്വലി ഈ ട്രാമിൽ കയറി വരികയായിരുന്നേ. ഇതിന് തൊട്ട് മുമ്പത്തെ സ്റ്റോപ്പിൽ ഒരു 5 പോലീസുകാർ വാഹനവുമായിട്ട് സൈഡിൽ കൊണ്ടിട്ടിട്ട് ഈ ട്രാം തടഞ്ഞിട്ട് ഇതിൻ്റെ ഫ്രണ്ട് ഡോറിൽ കൂടെ അകത്ത് കയറി ആരെയോ തപ്പിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു നേരത്തെ എന്താ പറയുക, മറ്റേ സ്നാച്ച് ചെയ്തുകൊണ്ട് പോയെന്ന് ഞാൻ പറഞ്ഞില്ലേ, തട്ടിപ്പറിച്ചെന്ന് പോയെന്ന് പറഞ്ഞില്ലേ, അയാളെ ആയിരിക്കുമെന്ന്. അപ്പോൾ എൻ്റെ മുമ്പിൽ നിന്ന് ആളോട് ഞാനിങ്ങനെ സംസാരിക്കുമായിരുന്നു. ആൾ ഇവിടുത്തെ ലോക്കലായിരുന്നു, ഒരു ലേഡി. അവർ പറഞ്ഞു, സ്നാച്ചിങ് ആണെങ്കിൽ പോലീസ് തിരിഞ്ഞൊന്നും നോക്കത്തില്ല, ഇത് വേറെന്തോ വലിയ കേസാണ്, ഇല്ലാന്നുണ്ടെങ്കിൽ 5 പേരായിട്ട് ഒരിക്കലും അവരിങ്ങനെ വരത്തൊന്നുമില്ല, വന്ന് തപ്പത്തൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് അവരിങ്ങനെ സംസാരിക്കുകയായിരുന്നു. പിന്നെ ഇവിടെ മൊത്തം പോലീസുകാരാണ്. ഇപ്പോൾ എന്തോ ചെറിയ പ്രശ്നം എന്തോ നടന്നിട്ടുണ്ട്. അവിടെ ഇവിടെയൊക്കെ നമുക്ക് പോലീസിൻ്റെ വണ്ടികളും സംഭവങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. രാത്രി ആയപ്പം ആ റെയിൽവേ സ്റ്റേഷൻ ലൈറ്റൊക്കെ ഇട്ട് കുട്ടപ്പനാക്കി കേട്ടോ, സൂപ്പറാക്കി. മൊത്തം പോലീസിൻ്റെ വണ്ടികളും ആംബുലൻസുകളും ഒക്കെ ആണല്ലോ എല്ലായിടത്തും. ആ ട്രെയിൻ സ്റ്റേഷൻ്റെ ഉള്ളിൽ നോക്ക്. ഇതെന്താ സംഭവം? ഇതെന്താ ആർട്ടാണിത്? എന്ത് സംഭവമാണ്? വേൾഡ് മാപ്പാണോ? അല്ല, വേൾഡ് മാപ്പല്ല. എന്താ സംഭവം എന്ന് മനസ്സിലാവുന്നില്ല. എന്തായാലും ഭയങ്കര ഭംഗിയുണ്ട് കാണാനായിട്ട്. ഒരു കുഞ്ഞ് ട്രെയിൻ സ്റ്റേഷൻ. ഇവിടുത്തെ ലോക്കൽ ട്രെയിനൊക്കെ ഫ്രീ ആട്ടോ. കടകളൊക്കെ അടച്ച കാരണം എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു സുവനീർ വാങ്ങാൻ പോലും പറ്റിയില്ല ഗൈസ്. ഞാൻ രാത്രി ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങിയാണ്. സത്യം പറഞ്ഞാണ്ടല്ലോ, ഈ ഒരു രാജ്യം എനിക്ക് ഒട്ടും സേഫായിട്ട് ഫീൽ ചെയ്തില്ല. ലൈക്ക് എനിക്ക് എന്തൊക്കെയോ വശപ്പശൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. ഇവിടെ ഒരു നമസ്തേ റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് നേപ്പാളീസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാണാം. കണ്ടില്ലേ, ഇവിടെ താജ്മഹലുണ്ട്. താജ്മഹൽ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ഇവിടെ കാണാം. താജ്മഹൽ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്. ഇവിടെ സ്വിറ്റ്സർലാൻഡ് പോലെ കേട്ടോ, നല്ല കട്ടിയാണ് ഫുഡ്. ഞാൻ ഒരു ബിരിയാണി പറഞ്ഞു, ബിരിയാണിക്ക് 25 യൂറോ. പിന്നെ ഒരു കറിയും റൊട്ടി എന്തെങ്കിലുമൊക്കെ വാങ്ങണമെന്നുണ്ടെങ്കിൽ അതും ഈ പറഞ്ഞാൽ അതിനും വില പൈസയാവും. എന്തുകൂടെ ഇതൊരു ബിരിയാണി ഓർഡർ ചെയ്തപ്പോഴത്തേക്കിനും ഒരു പ്ലേറ്റ് ഇതാണ്ട് ഇത്തരത്തിൽ കൊടുത്തു. ഇതെന്തോ ഇതിങ്ങനെ ഇതെന്ത് സംഭവം? ഇതിനടിയിൽ ചൂടാക്കാൻ വേണ്ടി എന്തൊരു സാധനമാണ്. ഇതിന് മേളൊരു പ്ലേറ്റൊക്കെ വെച്ചുകൊണ്ട് തന്നേക്കുക. എന്തൊക്കെ പരിപാടികളാണ്. താജ്മഹൽ ബിരിയാണി വന്നു ഗൈസ്. 25 യൂറോയുടെ ബിരിയാണിയാണ്. 2500 ബിരിയാണി. ഞാനൊന്നും പറയുന്നില്ല. വെള്ളം ചോദിച്ചപ്പോൾ ഉണ്ടല്ലോ, ഇവിടെ ഫ്രീ വാട്ടർ ഇല്ല, കുപ്പി വെള്ളം ഉള്ളൂ. അതിന് 5 യൂറോ ആയിരിക്കും. എന്ത് സാധനത്? ഇതെന്ത് കിഴങ്ങ് ബജിയാ? പൊട്ടറ്റോ സംഭവങ്ങളുള്ള അടിപൊളി പ്രസൻറ്റേഷൻ ഒക്കെയാ. നോക്കി ചിലപ്പല്ലേ, മുട്ടയൊക്കെ ഉണ്ട്. മുട്ട വറുത്ത് വെച്ചിരിക്കുന്ന മുട്ട
പിന്നെ പപ്പടം എല്ലാ സെറ്റപ്പുണ്ട്. സംഭവം 25 യൂറോയ്ക്ക് മുതലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ അത് മുതലാണ്. കണ്ടില്ലേ, ഇത്രയും സെറ്റപ്പൊക്കെ കൊടുത്തതല്ലേ. റൈറ്റ് ഉണ്ട്, ഈ പ്ലേറ്റിനകത്ത് സലാഡുണ്ട്. എന്തൊരു സാധനം എന്താണെന്ന് അറിയാം, എന്തോ ഒരു സാധനം, എന്തൊക്കെയോ ചട്നി സാധനങ്ങളൊക്കെ. ഇതിനെ കൊള്ളാം, ഇത്ര സാധനങ്ങളൊക്കെ ഉണ്ട്. ഇതിനകത്ത് ചിക്കനെക്കാട്ടി കൂടുതൽ വെജിറ്റബിൾ ആണല്ലോ. ഇത് ചിക്കൻ എവിടെ? ഇത് വെജിറ്റേറിയൻ ആണോ ഞാൻ പറഞ്ഞത്? ചിക്കൻ ഉണ്ടല്ലേ, ചിക്കനെക്കാട്ടി കൂടുതൽ ഇതിനകത്ത് വെജിറ്റബിൾ ആയിട്ട് ഇങ്ങനെ ഉരുളക്കിഴങ്ങും വെച്ചേ മറ്റേ കോളിഫ്ലവറൊക്കെ. ടേസ്റ്റൊക്കെ ഉണ്ട്. ഒരു ബിരിയാണി കഴിക്കാൻ പോയതാണ്, 30 യൂറോ ആയി. 5 യൂറോ വാങ്ങിച്ചൊരു കുപ്പി വെള്ളത്തിന്. അമ്മാതിരി കൊല്ലല, അയ്യോ ഒന്നും പറയണ്ട. ഇത്രയും കൊല്ലുന്ന റെസ്റ്റോറൻറ്റ് ഞാൻ വേറെ സ്വിറ്റ്സർലാൻഡിൽ പോലും ഇത്രയും കത്തിയില്ലായിരുന്നു. അവിടെ പോലും ഇത്രയും പൈസ ആയില്ലായിരുന്നു. ഇത് ഭയങ്കര പൈസ ആയിപ്പോയി കേട്ടോ. ശരിക്കും അന്യായ കൊല്ലല്ലേ പോയി, അങ്ങനെ മോശമായിപ്പോയി. ഓക്കെ, കുഴപ്പമില്ല. എന്താ പറയുക, നമ്മുടെ ഇന്ത്യൻ ഫുഡല്ലേ, അപ്പം മറ്റ് രാജ്യങ്ങളിൽ പോകുമ്പോഴത്തേക്കും എക്സ്പെൻസീവാണ്. ഓല ഗുഡ് മോർണിംഗ്. യെസ്, നെക്സ്റ്റ് ഡേ. ഇന്നലെ രാത്രി ബിരിയാണി എല്ലാം കഴിച്ച് ബിരിയാണി കൊല വിളിച്ചേട്ടാ. സാരമില്ല, പോട്ടെ. അപ്പോൾ ബിരിയാണി കഴിച്ച് വന്ന് കിടന്നുറങ്ങി. ഇന്ന് രാവിലെ എണീറ്റ് ഞാനിപ്പം ചെക്കൗട്ട് ചെയ്ത് ഇറങ്ങി. സമയം ഇപ്പോൾ രാവിലെ 9 മണി നേരം വെളുത്ത് വരുന്നതേ ഉള്ളൂ. നമുക്ക് ഷെങ്കൻ എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്ക് പോകണം. ഞാൻ പറയാം എന്താണെന്നുള്ളത്. ഞാനിവിടെ ഒരു കടയിൽ കയറി രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് വാങ്ങിച്ചു. ഇതാണ് ടൊമാറ്റോ, നല്ല സാധനം ആയിരുന്നില്ലേ, അവരുടെ മാറ്റി കഴിച്ചു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഇത് പൊമഗ്രാനേറ്റ് ജ്യൂസ് ആണെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. ഇത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ്. ഇത് രണ്ടും കൂടെ 5 യൂറോ ആയുള്ളൂ. നമ്മളിപ്പോൾ ഷെങ്കൻ എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കാണ് പോകുന്നത്. ഇവിടെ നിന്ന് ലക്സംബർഗിൽ തന്നെയാണ്, 1 മണിക്കൂർ യാത്രയുണ്ട്. ലക്സംബർഗ്, ഫ്രാൻസ്, ജർമ്മനി ബോർഡറിലാണ്. അതായത് ഈ 3 രാജ്യങ്ങൾ കൂടിച്ചേരുന്നൊരു സ്ഥലത്തേക്കാണ്. അതിന് മുമ്പായിട്ട് എനിക്ക് ഈ രാജ്യത്തിൻ്റെ സൂനിയർ വാങ്ങാൻ പറ്റിയില്ല. അത് ഞാൻ എവിടെ കിട്ടുമെന്നൊന്ന് തപ്പട്ടെ. ലക്സംബർഗിൻ്റെ സൂനിയർ കിട്ടും. നമ്മുടെ നാട്ടിലെ പോലെ തന്നെയാണ്. റെയിൽവേ സ്റ്റേഷൻ്റെ ബാക്ക് സൈഡിലാണ് നമുക്ക് പോകേണ്ടത്. ഞാൻ ഫ്രണ്ടിലായിരുന്നു ഉള്ളത്. അപ്പോൾ ബാക്ക് സൈഡിൽ പോയി കഴിഞ്ഞാലാണ് ഏതോ ഒരു ബസ് കിട്ടുന്നത്. ബസ് എന്ന് എഴുതി വെച്ചിരിക്കുന്നുണ്ടല്ലേ, ബസ് സ്റ്റാൻഡ്. നമ്മൾ ഈ ബസ് സ്റ്റാൻഡ് എന്നല്ലേ പറയുന്നത്. ശരിക്കും ബസ് സ്റ്റേഷൻ, ട്രെയിൻ സ്റ്റേഷൻ എന്നൊക്കെയാണ് പറയുന്നത്. ശരിക്കും ഉണ്ടല്ലോ, ഇവിടെ ഞാൻ എത്ര ഇമിഗ്രൻസിനെ കണ്ടെന്നറിയാമോ, എത്ര ഹോംലെസ് ആളുകളെ കണ്ടെന്നറിയാമോ, എനിക്കറിയത്തില്ല. ശരിക്കും ഞാൻ ഇന്നലെ എനിക്ക് രാത്രിയിൽ റോഡിലൂടെ നടന്നിട്ട് ഐ വാസ് ഫീലിംഗ് വെരി അൺസേഫ്. രാവിലെ 1 കിലോമീറ്റർ നടന്നു കേട്ടാ ബസ് സ്റ്റോപ്പിലേക്ക്. അയ്യോ, ഇവിടെ തണുപ്പിച്ചിരി കുറവാണ്, വലിയ തണുപ്പില്ല. അത് കാരണം ഈ കട്ടിയുള്ള ജാക്കറ്റ് ഇട്ടിട്ട് ഞാൻ വേർക്കുക. എന്നിലാണ് വേറെ ജാക്കറ്റും ഇല്ല. പക്ഷേ ഞാനിനി ഫർദർ അപ്പ് നോർത്ത് പോകുമ്പോഴത്തേക്കും എനിക്ക് ഈ ജാക്കറ്റ് തികയാതെ വരും. അതാണ് പ്രശ്നം. ഞാൻ പ്ലാറ്റ്ഫോം നമ്പർ 6 പ്ലാറ്റ്ഫോം നമ്പർ 6 നെനിങ് എന്ന് പറയുന്നൊരു സ്ഥലത്തേക്ക് പോകുന്ന 402 നമ്പർ വണ്ടിയിൽ വേണം എനിക്ക് പോകാനായിട്ട്. അതാ വരുന്നു എൻ്റെ വണ്ടി 402. ഇത് ലക്സംബർഗ്. ഇതെല്ലാം ശങ്കം പോകുന്ന വണ്ടി കേട്ടോ. ഫ്രീ ആയിരിക്കും, കാശൊന്നും കൊടുക്കണ്ട. നല്ല അടിപൊളി വണ്ടി. അത് നമ്മുടെ നാട്ടിലെ ലോ ഫ്ലോർ ബസ്സില്ലേ, അതേപോലത്തെ ബസ്. ലോ ഫ്ലോർ വണ്ടിയാണ്. നല്ല കിടിലൻ സീറ്റ്, എന്തല്ലേ, ഒക്കെ ഫ്രീ ആണ് ഗൈസ്. ഇവിടുന്ന് 1 മണിക്കൂർ യാത്രയുണ്ട്. ഇത് ശരിക്കും ജർമ്മനിലേക്ക് പോകുന്ന വണ്ടിയാണ്. നമ്മൾ ഷെങ്കൻ എന്ന് പറഞ്ഞ ആ വില്ലേജിൽ ഇറങ്ങും. എനിക്കൊരു അബദ്ധം പറ്റി. ഞാൻ ഫുഡ് വാങ്ങിച്ചത് കഴിക്കാനുള്ള സ്പൂൺ എടുക്കാൻ മറന്നു. ഈ സ്പൂൺ വാങ്ങിച്ചില്ല അവിടെ നിന്ന്. എന്തെയും ഈ സാധനമാണെങ്കിൽ കുടിച്ചിട്ട് ഒടുക്കത്തെ പൊളി. നമ്മുടെ ബസ് വിട്ടിട്ട് 10 മിനിറ്റ് കഴിഞ്ഞു. 3-4 സ്റ്റോപ്പിൽ നിർത്തി. ബസ് കാലിയാണ്. ഞാൻ ഉൾപ്പെടെ ഒരു 4 പേരേ ഉള്ള ആകെ വണ്ടിക്കകത്ത്. ഫ്രീ ബസ്സാണല്ലോ, എല്ലാം എന്ത് വൃത്തിയാണ്. നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടി, നല്ല അടിപൊളി വണ്ടി. ശരിക്കും ഒന്ന് ആലോചിക്കുകയും നമുക്ക് ഒരു ഫ്രീ ബസ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കിനും നമുക്ക് കണ്ടക്ടർ വേണ്ട, പിന്നെ ഈ പറഞ്ഞ പോലെ പൈസ കളക്ട് ചെയ്യുന്നതിന് വേണ്ടിയുള്ള മെഷീൻസ് ഇൻസ്റ്റാൾ ചെയ്യേണ്ട, പിന്നെ ഫിനാൻഷ്യൽ കാര്യങ്ങൾ, പൈസയുടെ വരവും ചിലവൊക്കെ നോക്കുന്ന സ്റ്റാഫിനെ വേണ്ട, അങ്ങനെയുള്ള പല കാര്യങ്ങളും വേണ്ട, അക്കൗണ്ട്, അങ്ങനെ പല സംഭവങ്ങളും വേണ്ട. ബാക്കി ബസ്സൊക്കെ അങ്ങ് ഓടിച്ചാൽ മാത്രം മതി. നല്ല പരിപാടിയാണ് അല്ലേ. ഇവിടെ ഈ രാജ്യത്തിൻ്റെ തലങ്ങും വിലങ്ങും, അതായത് ഈ രാജ്യത്ത് എവിടെ പോകണമെന്നുണ്ടെങ്കിലും നമുക്ക് ഫ്രീ ആയിട്ട് പബ്ലിക് ട്രാൻസ്പോർട്ടിൽ കയറിപ്പോവാം. ഇതത്ര നമ്മൾ വത്തിക്കാനും മൊണാക്കോയും സാൻ മറീനും ഒക്കെ കണ്ട പോലെ അത്രയും കുഞ്ഞു രാജ്യമൊന്നുമല്ല. ഇത് അത്യാവശ്യം വലിയ രാജ്യമാണ്. എന്നാലും അത്യാവശ്യം എന്താ പറയുക, രാജ്യം മുഴുവൻ നമുക്ക് ഇവിടുത്തെ ബസ്സും ട്രെയിനും ട്രാമും എല്ലാം ഉപയോഗിച്ചുള്ള പബ്ലിക് ട്രാൻസ്പോർട്ടിൽ കയറി പോകാമെന്നുള്ളതാണ് ലക്സംബർഗിൻ്റെ പ്രത്യേകത. ശരിക്കും കൺട്രി സൈഡൊക്കെ ഭയങ്കര ഭംഗിയാണ്. സിറ്റി കൊള്ളൂലെന്നേ ഉള്ളൂ. ഇതുണ്ടോ ആ മലയുടെ മേലിലോട്ട് കയറാനായിട്ട് ലിഫ്റ്റ് പണിയുന്നത് കണ്ടോ. അതായത് വ്യൂ പോയിൻ്റോ അല്ലെങ്കിൽ ആളുകൾക്ക് ഈസിയായിട്ട് കമ്മ്യൂട്ട് ചെയ്യാൻ വേണ്ടി ഗവൺമെൻറ് ലിഫ്റ്റ് പണിത് കൊടുക്കുകയാണ്. കണ്ടില്ല നോക്കി.
ഷെങ്കൻ വന്നിറങ്ങിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. നോക്കൂ, ഇതാണ് ഷെങ്കൻ എന്ന് പറയുന്ന ആ ഒരു ഗ്രാമം. നോക്കി മനസ്സിലായോ? ആ ബസ്സിൽ നമ്മൾ സൗജന്യമായിട്ട് യാത്ര ചെയ്ത് നമ്മൾ ഷെങ്കനിൽ വന്നിറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഷെങ്കൻ മോണുമെൻ്റ് ഒക്കെ ഉണ്ട്. ഞാൻ അത് കാണാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. ഷെങ്കൻ എന്താ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഞാൻ പറഞ്ഞുതരാം, അവിടെ ചെന്നിട്ട് പറഞ്ഞുതരാം. നമ്മൾ ഈ ഷെങ്കൻ വിസ നമ്മൾ പറയില്ലേ? അതായത് യൂറോപ്യൻ യൂണിയനിൽ യൂറോപ്പിൽ എവിടെ വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഷെങ്കൻ വിസ എടുക്കണം. ആ ഷെങ്കൻ വിസ എന്ന് പറയുന്ന ആ ഒരു വിസ ശരിക്കും അറിയപ്പെടുന്നത് ഈ ഒരു ഗ്രാമത്തിൻ്റെ പേരില്ല. ഈ ഗ്രാമം ലോകം മുഴുവൻ അറിയപ്പെടുന്നു. എങ്ങനെയാണെന്നല്ലേ? ബിക്കോസ് ആ ഒരു ഷെങ്കൻ എഗ്രിമെൻറ്റ് സൈൻ ചെയ്തത് ഇവിടെ വെച്ചിട്ടാണ്. ഇവിടെ വെച്ചെന്ന് പറഞ്ഞാൽ എവിടെ വെച്ചാന്നല്ലേ പറയാം. ഒരു UK ഒരു പഴയ ഒരു ഗ്രാമത്തിൽ വന്നൊരു പ്രതീതിയാണ് എനിക്കിവിടെ വന്നപ്പോൾ കിട്ടിയത്. നല്ലൊരു റിച്ച് ഗ്രാമം. ഇവിടെ ഒരു പള്ളിയാണെന്ന് തോന്നുന്നത്. ആ പള്ളിയുടെ ഒരു കുരിശടി കാണാം. ഷെങ്കനിലെ ഒരു മദ്യക്കടയാണ് കാണുന്നത്, ഒരു റെസ്റ്റോ ബാറാണ് കാണുന്നത്. നമുക്ക് ഇവിടെ ഒരു നദി കാണാം. മൊസല്ലെ എന്നാണ് ആ നദിയുടെ പേര്. തൊട്ടിപ്പുറത്ത് കാണുന്ന നദി. ആ നദി എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഹിസ്റ്റോറിക് പ്രാധാന്യം വരുന്ന ഒരു നദിയാണ് ഈ മൊസല്ലെ നദി എന്ന് പറയുന്നത്. അതായത് ഈ നദിയിൽ ഒരു ബോട്ടിലിരുന്നു കൊണ്ടാണ് ഷെങ്കൻ എഗ്രിമെൻറ്റ് സൈൻ ചെയ്തത്. ആ ഒരു നദിയിൽ ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ 3 രാജ്യങ്ങൾ ചേരുന്ന ഭാഗമാണ്. അതായത് നമ്മളിപ്പോൾ ഉള്ളത് ലുക്സംബർഗ്, പിന്നെ ഈ കാണുന്നത് ജർമ്മനി, അപ്പുറത്ത് ഫ്രാൻസ്. അങ്ങനെ 3 രാജ്യങ്ങൾ ചേരുന്ന ഒരു ഭാഗമാണ് ഈ ഒരു നദി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു മോണുമെൻ്റ് കാണാം. ഷെങ്കൻ എഗ്രിമെൻറ്റ് മോണുമെൻറ്റ് എന്നാണ് ഈ ഒരു മോണുമെൻറ്റിൻ്റെ പേര്. അപ്പോൾ ഇതെന്താ സംഭവം എന്ന് പറഞ്ഞാൽ ഓൺ ബോർഡ് ദ പ്രിൻസസ് മാരി ആസ്ട്രിഡ്, അത് അങ്ങനെ പ്രൊണൗൺസ് ചെയ്യുന്നതിന് എനിക്കറിയില്ല. പ്രിൻസസ് മാരി ആസ്ട്രിഡ് എന്ന് പറയുന്ന ഒരു ചെറിയൊരു ബോട്ട് ഡോക്ക്ഡ് അറ്റ് ദിസ് ക്വേ, ഈ ഒരു സ്ഥലത്ത് ഡോക്ക് ചെയ്തിരുന്ന ആ ഒരു പേരുള്ള ആ ഒരു ബോട്ടിൽ വെച്ചിട്ട് റെപ്രസെൻറ്റേറ്റീവ്സ് ഓഫ് ദ സ്റ്റേറ്റ്സ് ഓഫ് ബെനലക്സ് എക്കണോമിക് യൂണിയൻ, ദ ഫെഡറൽ റിപ്പബ്ലിക് ഓഫ് ജർമ്മനി, റിപ്പബ്ലിക് ഓഫ് ഫ്രാൻസ് സൈൻഡ് ഓൺ 14 ജൂൺ 1985. അതായത് ഷെങ്കൻ എഗ്രിമെൻ്റ് എന്ന് പറയുന്ന ആ ഒരു എഗ്രിമെൻ്റ് ആദ്യമായിട്ട് സൈൻ ചെയ്തത് നമ്മുടെ 3 രാജ്യങ്ങളായ ലക്സംബർഗ്, ജർമ്മനി, ഫ്രാൻസ് ആണ്. പിന്നീട് ബെൽജിയം, അതേപോലെ തന്നെ നെതർലാൻഡ്സ്. അതായത് ശരിക്കും ഈ ഒറിജിനൽ എഗ്രിമെൻറ്റ്സ് സൈൻ ചെയ്തിരിക്കുന്നത് ഈ 5 രാജ്യങ്ങളാണ്. അപ്പോൾ ഇവിടെ വെച്ചിട്ട് 1985 ജൂൺ 14 ഈ ഒരു നദിയിൽ ബോട്ടിലിരുന്നുണ്ട്. അതായത് ഈ 3 രാജ്യങ്ങളുടെ മധ്യഭാഗത്തുള്ള ഒരു സ്ഥലത്ത് ബോട്ട് പാർക്ക് ചെയ്തിട്ട് ആ ബോട്ടിലിരുന്നു കൊണ്ടാണ് അവർ എഗ്രിമെൻറ്റ് സൈൻ ചെയ്യുന്നത്. നമുക്ക് കാണാം. അതായത് ഫ്രാൻസ്, ലക്സംബർഗ്, നെതർലാൻഡ്, ജർമ്മനി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവരുടെ ആളുകൾ ഇരുന്ന് സൈൻ ചെയ്യുന്ന ഒരു ഫോട്ടോ നമുക്കിവിടെ കാണാൻ സാധിക്കും. അപ്പോൾ അതിന് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു മോണുമെൻ്റാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതിങ്ങനെ പല ഭാഷകളിൽ എഴുതി വെച്ചിരിക്കുന്നു. അപ്പോൾ ഇതാണ് ബേസിക്കലി ഷെങ്കൻ എന്ന് പറയുന്നത്. അതായത് ഷെങ്കൻ വിസ എന്നൊക്കെ പറയുന്നത് ഈ ഒരു സ്ഥലത്തിരുന്ന് ഇവർ എഗ്രിമെൻ്റ് റെഡിയാക്കി നമുക്ക് ബോർഡർ ഫ്രീ സോൺ ആക്കി തന്നിരിക്കുകയാണ്. അതായത് ഷെങ്കൻ ഏരിയ എന്ന് പറയുന്നത് നിലവിലിപ്പോൾ 29 രാജ്യങ്ങളാണ് ഷെങ്കൻ ഏരിയയിലുള്ളത്. ഈ 29 രാജ്യങ്ങളിൽ ഏതെങ്കിലും ഒരു രാജ്യത്തിൻ്റെ വിസ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ രാജ്യത്ത് നമുക്ക് ഏതെങ്കിലും ഒരു രാജ്യത്ത് പ്രവേശിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ 29 രാജ്യങ്ങളും പാസ്പോർട്ട് ചെക്കോ ഇമിഗ്രേഷനോ പരിപാടികളോ ഇല്ലാതെ, അതിർത്തികളില്ലാതെ യാത്ര ചെയ്യാൻ സാധിക്കുന്ന ഒരു എഗ്രിമെൻ്റാണ് ഷെങ്കൻ എഗ്രിമെൻ്റ് എന്ന് പറയുന്നത്. പിന്നെ അതിനപ്പുറത്തേക്ക് പിന്നെ ട്രേഡിങ്ങും ബാക്കിയുള്ള പല പരിപാടികളും വേറെയുണ്ട്. ഈ ഷെങ്കൻ കൺട്രീസ് എന്ന് പറയുമ്പോഴത്തേക്കിനും അവർ യൂറോപ്യൻ യൂണിയനിൽ ഭാഗമാകണം എന്ന് പറഞ്ഞൊരു നിർബന്ധവുമില്ല. ഇപ്പോൾ നമ്മൾ പോയ അൻഡോറ, അതേപോലെ തന്നെ സാൻ മറീനോ, പിന്നെ അങ്ങനെ പല രാജ്യങ്ങൾ, ഈവൻ ലിക്സ്റ്റൻസ്റ്റൈൻ, ഈ രാജ്യങ്ങളൊന്നും യൂറോപ്യൻ യൂണിയനിലില്ലാത്ത രാജ്യങ്ങളാണ്. പക്ഷേ അവരൊക്കെ ഷെങ്കൻ രാജ്യങ്ങളാണ്. ഷെങ്കൻ രാജ്യങ്ങൾ എന്ന് പറയുന്നത് യൂറോപ്യൻ യൂണിയനിലാവണമെന്ന് ഒരു നിർബന്ധവുമില്ല. പക്ഷേ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ എന്ന് പറയുന്നത് ഷെങ്കൻ, അത് മൊത്തത്തിൽ കൺഫ്യൂസിങ് ആണ്. ഇപ്പോൾ സ്വിറ്റ്സർലാൻഡ് യൂറോപ്യൻ യൂണിയനിലല്ല, പക്ഷേ അത് ഷെങ്കൻ രാജ്യമാണ്. അതുകൊണ്ടാണ് നമുക്ക് അവിടെ പോകാൻ പറ്റുന്നത്. അപ്പോൾ അങ്ങനെ കുറേ കൺഫ്യൂഷൻസ് ഉണ്ട് സംഭവം. അപ്പോൾ ഇതാണ് ഷെങ്കൻ എന്ന് പറയുന്നത്, ഷെങ്കൻ വില്ലേജ്. അപ്പോൾ ഇനി ഇവിടെ കുറച്ചുകൂടെ സംഭവങ്ങളുണ്ട്, നമുക്ക് അതൊക്കെ ഒന്ന് പോയി കാണാം. ഇത് നോക്കുക, ഈ പാലം കയറി അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ജർമ്മനിയാണ്. ഓക്കെ, ഈ ജർമ്മനിലേക്ക് ഞാനിന്ന് നടന്നായിരിക്കും ബോർഡർ ക്രോസ് ചെയ്യാൻ പോകുന്നത്. ജർമ്മനിയിലേക്ക് നടന്ന് കയറിയായിരിക്കും നമ്മൾ പോകുന്നത്.
നമുക്ക് തൊട്ടിപ്പുറത്ത് വരുമ്പോഴത്തേക്കിനും ഇവിടെ വേറെ ഒരു മോണുമെൻറ്റും കൂടെ ഉണ്ട്. പിന്നെ ഇവിടെ ഒരു മ്യൂസിയം ഉണ്ട്, ഒരു യൂറോപ്യൻ യൂണിയൻ്റെ ഒരു മ്യൂസിയം ഉണ്ട്. അപ്പോൾ അതിൻ്റെ മുമ്പിലായിട്ട് നമുക്കിവിടെ പല സ്ഥലത്തായിട്ട് ഇതുപോലെയുള്ള ഒരു ഉടമ്പടികളും പല ട്രീറ്റുകളും, അതായത് ഇത് ട്രീറ്റ് റോമിൽ വെച്ചൊരു ട്രീറ്റ് സൈൻ ചെയ്തായിരുന്നു 1957. അപ്പോൾ ആ ഒരു ട്രീറ്റിയിൽ നിന്നാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ ഒരു ഷെങ്കൻ ഉടമ്പടി എന്ന് പറഞ്ഞൊരു സംഭവത്തിലേക്ക് വരുന്നത്. കുറേ വർഷങ്ങളുടെ ഒരു വലിയൊരു പ്രോസസ്സാണ്. അപ്പോൾ അതാണ് നമുക്കിവിടെ പല രീതിയിൽ കാണുന്നത്. 1985 ജൂണിലുള്ള ഒരു എഗ്രിമെൻറ്റ് സൈൻ ചെയ്യുന്ന പരിപാടി. അപ്പോൾ അങ്ങനെ പല സംഭവങ്ങളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അങ്ങനെയുള്ള കുറേ എഗ്രിമെൻറ്റുകൾ സൈൻ ചെയ്ത് അങ്ങനെയാണല്ലോ ഓരോരോ കാര്യങ്ങൾ നടക്കുന്നത് അല്ലേ. ഇവിടെ 3 രാജ്യങ്ങളുടെ ആ ഒരു രീതിയിൽ ഒരു 3 പില്ലേഴ്സ് ഇങ്ങനെ നിൽക്കുന്ന കാണാം. അതായത് യൂണിറ്റി എന്നുള്ള സംഭവങ്ങളൊക്കെ കാണിക്കുന്നതിന് വേണ്ടിയുള്ള പരിപാടികളാണ്. ആ പില്ലേഴ്സിലൊക്കെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്, കണ്ടില്ലേ? വെറുതെ ഉള്ള പില്ലറല്ല, അത് കുറേ സംഭവങ്ങളൊക്കെ ഉള്ള ഒരു പില്ലറാണ്. അതിൽ കുറേ കാര്യങ്ങളിങ്ങനെ ഇമ്പോസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ എല്ലാം മെയിൻ്റനൻസ് അടക്കമാണല്ലോ. ഇതിനകത്ത് വേറെ ഒരു മോണുമെൻറ്റും കൂടെ ഉണ്ടായിരുന്നു, അത് നമുക്ക് കാണാൻ പറ്റും. അപ്പുറത്തോടെ കയറാൻ തോന്നുന്നു, നോക്കട്ടെ കയറാൻ പറ്റുമോ? ഇല്ല, കയറാൻ പറ്റില്ല. ഇത് ഇവിടുത്തെ മറ്റൊരു മോണുമെൻ്റാണ്. ഇത് ഈ പറഞ്ഞ പോലെ രാജ്യങ്ങൾ ഇങ്ങനെ ലോക്ക് ചെയ്തിട്ടിരിക്കുന്ന പോലെയുള്ള ഇവിടെ കുറേ മോണുമെൻറ്റ്സ് ഉണ്ട്. പക്ഷേ ഇവിടെയൊക്കെ ഇങ്ങനെ വർക്ക് നടക്കുന്ന കാരണം അതിൻ്റെ ആകെ ഒരു പ്രശ്നങ്ങളുണ്ട്. കണ്ടല്ലേ ഷെങ്കൻ എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ച് ഈ ഷെങ്കൻ ബോർഡൊക്കെ ഉണ്ട് കേസ്. ഇത് എല്ലാം ഉമ്മാർ അടച്ചു വെച്ചിരിക്കുക കേട്ടോ, അകത്ത് കയറാൻ പറ്റാത്ത രീതിയിൽ. മേ പീസ് പ്രിവെയിൽ ഓൺ എർത്ത്, അതാണ് ഇവിടെ പല ഭാഷയിൽ എഴുതിയിരിക്കുന്നത്. ഹിന്ദിയിലും ഉണ്ടല്ലോ, ദ വിശ്വമേം ശാന്തി രഹേ. ആഹാ, അടിപൊളി. ഹിന്ദിയിൽ എഴുതി വെച്ചിട്ടുണ്ട്, പല ഭാഷകളിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഐ എം സോ ഗ്ലാഡ് ദാറ്റ് ദ ഹിന്ദി ഈസ് ഓൾസോ ഹിയർ. വിശ്വമേം ശാന്തി രഹേ. യെസ്, ലോകത്തിൽ സമാധാനം ഉണ്ടാവട്ടെ. ഈ ഷെങ്കൻ ഏരിയ നമുക്ക് തരുന്ന പോലെ തന്നെ ലോകമെമ്പാടും ബോർഡർ ഇല്ലാതെ, അതിർത്തികളില്ലാതെ യാത്ര ചെയ്യാനായിട്ട് എപ്പോഴെങ്കിലുമൊക്കെ നമുക്ക് സാധിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം അല്ലേ? എപ്പോഴെങ്കിലുമൊക്കെ സാധിക്കുമോ എന്ന് തോന്നുന്നുണ്ടോ? ഇവിടെ വീണ്ടും മറ്റൊരു മോണുമെൻ്റ് ഉണ്ട്. അപ്പോൾ ഇവിടെ എഴുതിയിട്ടുണ്ട്, തിങ്ക് അബൌട്ട് ഷെങ്കൻ ഈസ് പാർട്ട് ഓഫ് യൂറോപ്സ് ഹിസ്റ്ററി. അതായത് ഷെങ്കനെ പറ്റി ഇവിടുത്തെ ആളുകൾ വെച്ചിരിക്കുന്ന സംഭവമാണെന്ന് തോന്നുന്നു. അപ്പോൾ നിങ്ങൾക്കിത് വായിക്കണം എന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ പതുക്കെ പോസ് ചെയ്ത് നിങ്ങൾക്കിത് വായിക്കാം. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളും അതിൻ്റെ കൂടുതലായിട്ടുള്ള പല കാര്യങ്ങളും ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് പല ഭാഷകളിൽ. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ഷെങ്കൻ ഗൈസ്. കണ്ടാ, ഇതിങ്ങനെ പല ഭാഷയിൽ ഇങ്ങനെ നദീതീരത്ത് ഇങ്ങനെ എഴുതി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ 3 രാജ്യങ്ങളുടെ അതിർത്തി എന്ന് പറയുന്ന സ്ഥലം. അതിർത്തി എന്നൊക്കെ കാണിക്കാനായിട്ട് അവിടെ കുറച്ച് സർവേ കല്ലുകളൊക്കെ ഉള്ളൂ, അല്ലാതെ നമ്മൾ ഈ 2 സ്ഥലത്ത് 2 അതിർത്തിയിൽ ഇങ്ങനെ കാല് വെച്ചിട്ട് എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഫോട്ടോ എടുക്കാൻ പറ്റുന്ന അങ്ങനത്തെ സ്ഥലങ്ങളൊന്നുമില്ല. കുറച്ച് സർവേ കല്ലുണ്ട്, അതേ ഉള്ളൂ. അങ്ങ് ദൂരെ നമുക്ക് ഡ്രാക്കുള കോട്ട പോലത്തെ ഒരു കോട്ട കണ്ടോ? ആ കോട്ടയുടെ സൈഡിൽ ഇങ്ങനെ ചെറിയൊരു സംഭവം, അതിൻ്റെ മേളിലൊക്കെ ഇങ്ങനെ ചെടി ഇങ്ങനെ പടർത്തി വിട്ടിരിക്കുന്നത്. ഒരു 4, 5, 6 നില കെട്ടിടത്തിൻ്റെ ഹൈറ്റ് ഉണ്ട് ആ കാണുന്ന ഒരു ഗോപുരം പോലത്തെ ഒരു സാധനം. അപ്പോൾ ഇവിടെയുണ്ട് ഷെങ്കൻ ഈസ് അലൈഫ് എന്നും പറഞ്ഞുകൊണ്ട് ഒരു ബോർഡ്. ഷെങ്കൻ ഈസ് അലൈഫ്, കണ്ടില്ലേ? ഷെങ്കൻ ഈസ് അലൈഫ്. ഓ വാവ്, ഇത് നമ്മൾ മറ്റേ UN ഓഫീസിൽ പോയപ്പോൾ കണ്ട പോലെ തന്നെ എല്ലാ ഷെങ്കൻ സ്റ്റേറ്റ്സിൻ്റെയും ഫ്ലാഗ് വെച്ചിരിക്കുന്ന ഒരു സെറ്റപ്പ്. ഇവിടെ മൊത്തം മെയിൻ്റനൻസ് നടത്തി എനിക്ക് തോന്നുന്നു ഇവരുടെ ടൂറിസം പ്രൊമോട്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് എന്തൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് മൊത്തത്തിൽ ഇങ്ങനെ നടക്കുന്നത്. അതായത് എല്ലാ ഷെങ്കൻ രാജ്യങ്ങളുടെയും ഫ്ലാഗ്സ് വെച്ചിരിക്കുന്ന ഒരു ഗ്രൗണ്ട്. ഇവിടെ 29 ഷെങ്കൻ രാജ്യങ്ങളുടെ ഫ്ലാഗുകളും ഉണ്ട്. ഇവിടെ ലോകം മുഴുവനുള്ള ഫ്ലാഗുകൾ എന്നറിയുമോ? ഇവിടെ കുറേ സംഭവങ്ങളുണ്ട്, പക്ഷേ ഒന്നും അത്രയ്ക്ക് അങ്ങോട്ട് വെടിപ്പായല്ല. ഇവിടെ ഒരു ടൂറിസ്റ്റ് ഓഫീസൊക്കെ ഉണ്ട്. ഇതുണ്ടോ മറ്റേ കുടിവെള്ളത്തിന് സെറ്റപ്പ് ഉണ്ടല്ലേ? കുടിവെള്ളം ഇങ്ങനെ ഇത് ഇവിടെ നിന്ന് ആരും കുടിക്കില്ല, ഇവിടെ നിന്നാണ് കുടിക്കുന്നത്. ഇങ്ങനെ കുടിവെള്ളമാണോ? അല്ലേ എന്താ സംഭവം? ഇങ്ങനെ എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ കുടിവെള്ളമാണ്, ഇതിൽ നിന്ന് എടുക്കുന്നതെന്നാണ് എഴുതി വെച്ചിരിക്കുന്നത് തോന്നുന്നു. പിന്നെ ഇവിടെ ഒരു ടൂറിസ്റ്റ് ഓഫീസ് കാണാം. ഞാൻ അകത്ത് കയറി ഒരു സൗവനീർ വാങ്ങിച്ചു ഗൈസ്. ഈ വിധങ്ങൾ തുറക്കുന്നത് പഴയ ഡോറ. അതിനകത്ത് ഷെങ്കൻ എന്ന് പറഞ്ഞ പേരിൽ ഇവിടുത്തെ ഗ്രാമത്തിൻ്റെ ഒരു സൗവനീറാണ് ഞാൻ വാങ്ങിച്ച്. 4 യൂറോ ആണ്, ഇച്ചിരി കത്തിയാണ്, പക്ഷെ അങ്ങനെ കുഴപ്പമില്ല. നിങ്ങൾക്കൊരു മെമ്മറി അല്ലേ, അതൊക്കെ ഈ ജീവിതത്തിൽ ഇവിടെ വരുമോ ഇനി? ഇല്ലല്ലോ. അപ്പോൾ ഷെങ്കൻ, ഓക്കെ. ഷെങ്കൻ എന്ന് പറഞ്ഞൊരു സ്ഥലം ഉണ്ടായിരുന്നു ഗൈസ്. നിങ്ങൾക്കറിയാമായിരുന്നോ ഷെങ്കൻ എന്നൊരു സ്ഥലം ഉണ്ടായിരുന്നെന്ന്? അപ്പോൾ ഷെങ്കൻ എന്ന് പറഞ്ഞാൽ ഒരു മനോഹരമായിട്ടൊരു വില്ലേജ്. ആക്ച്വലി ഞാൻ ഇങ്ങോട്ട് വരണം എന്നുള്ളൊരു പ്ലാൻ എനിക്കില്ലായിരുന്നു. പക്ഷേ ഇന്നലെ ഞാൻ ലുക്സംബർഗിൽ വന്നിട്ട് സിറ്റിയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കിന് ഞാൻ സത്യം പറഞ്ഞാൽ മടുത്ത്. കാരണം അവിടെ ഒന്നുമില്ല. അപ്പോൾ എന്നാൽ പിന്നെ ഞാൻ ആലോചിച്ചു, എന്നാൽ പിന്നെ ഇവിടെയും കൂടെ വരാം. അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ നിങ്ങൾക്ക് സമ്മാനിക്കാൻ പറ്റുമല്ലോ എന്നാലോചിച്ചിട്ടാണ് സത്യം പറഞ്ഞ് ഇവിടേക്ക് വന്ന് പുറത്തായി. അപ്പോൾ നമ്മുടെ KLT UK യാത്ര അങ്ങനെ നമ്മുടെ 38 രാജ്യങ്ങൾ കവർ ചെയ്ത് ലക്സംബർഗിൽ എത്തി നിൽക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ജർമ്മനിലേക്ക് പോകുന്നു. അത് കഴിഞ്ഞിട്ട് നമുക്ക് സ്കാൻഡിനേവിയൻ രാജ്യങ്ങൾ കയറണം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഞാൻ ജർമ്മനിയിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്.
അപ്പുറത്ത് ഫ്രാൻസ്, ഇപ്പുറത്ത് ജർമ്മനി, ഇവിടെ ലുക്സംബർഗ്. സീ യു ഗൈസ് ടുമോറോ വിത്ത് ജർമ്മനി വ്ളോഗ്. ബൈ. നാളെ നമ്മുടെ മുരളി തുമ്മാരുടി സാറിനെ കാണാം. അദ്ദേഹത്തിനടുത്തേക്കാണ് പോകുന്നത്. ബൈ.